عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي ذي الإفضال والإنعام، وأشهد أن لا إله إلا الله وحده لا شريك له الملك العلام، وأشهد أن محمدا عبده ورسوله خير الأنام، صلى الله وسلم عليه وعلى آله وصحبه الأئمة الأعلام. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ, ആ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഉപരിലോകത്ത് നിന്ന്, ആകാശത്ത് നിന്ന് ഖുർആനിനെ അല്ലാഹു ആദ്യമായി ഇറക്കിയ വേളയാണ് റമദാനിലെ ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഖുർആൻ ഇറങ്ങിയ മാസം എന്നത് റമദാനിന്റെ വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിലൊന്ന് ഖുർആൻ പാരായണമാണ്. നോമ്പനുഷ്ഠിക്കുന്നത് പോലെ, നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് തറാവീഹ് നിസ്കാരം പോലെ ഖുർആൻ അധികമായി പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ ഖുർആനിന്റെ പാരായണം അത് നോക്കി ഓതുന്നതിനപ്പുറത്ത്, ഖുർആൻ നോക്കി ഓതുന്നതിന് കൂലിയുണ്ട്, യാതൊരു സംശയവുമില്ല. മുസ്ഹഫിൽ നോക്കിയിരിക്കുന്നത് തന്നെ കൂലിയുള്ള കാര്യമാണ്. അതിൽ ഓരോ ഹർഫും ഓരോ ലഫ്ലും ഓതുന്നതിന് നമുക്ക് കൂലിയുണ്ട്. അലിഫ് ലാം മീം എന്ന് ഓതിക്കഴിഞ്ഞാൽ അലിഫിന് 10 നന്മ രേഖപ്പെടുത്തും, ലാമിനും മീമിനും അതുപോലെ 10 നന്മ വീതം രേഖപ്പെടുത്തും. ഇങ്ങനെ ഓരോ ഹർഫിനും 10 നന്മ വീതം രേഖപ്പെടുത്തും. ഖുർആൻ അർത്ഥമറിയാതെ കേവലം നോക്കി ഓതിയാൽ തന്നെ എങ്ങനെയാണ് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? പ്രയാസം സഹിച്ച് അത് കഷ്ടപ്പെട്ട് ഓതുന്നവർക്ക് 2 പ്രതിഫലമാണ്. അവർ പ്രയാസം സഹിച്ചതിനും അതോടൊപ്പം ഓതുന്നതിനും. ഇതിനപ്പുറത്ത് ഖുർആൻ അതോതേണ്ട രീതിയുണ്ട്. നമ്മുടെ മുൻഗാമികൾ, സലഫു സാലിഹ്യങ്ങൾ ഖുർആനിനെ യഥാരൂപത്തിൽ നടത്തിയ പാരായണമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയ ഖുർആനിന്റെ ചില വിശേഷണങ്ങൾ, അതിലൂടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ വായന, പാരായണം എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നതാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സ്വാദിലൂടെ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, മുബാറക്കായ നിലയിൽ, അനുഗ്രഹീതമായ നിലയിൽ നാം ഇതാ ഒരു കിതാബിനെ താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, ഖുർആൻ. എന്തിനു വേണ്ടിയാണത്? ലിയദ്ദബ്ബറു ആയാതി, ആ ഖുർആനിന്റെ ആയത്തുകൾ അതാലോചിക്കാൻ വേണ്ടി, അതിന്റെ അർത്ഥം ഉറ്റാലോചിക്കാൻ വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിൽ നിന്ന് ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടി, അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അത് നോക്കി ഓതി ഖത്തം തീർക്കാൻ വേണ്ടി മാത്രമല്ല. അതല്ല ഖുർആനിന്റെ അവതരണ ഉദ്ദേശം. മറിച്ച് ലിയദ്ദബ്ബറു ആയാതി, ഖുർആനിന്റെ അർത്ഥവും ആശയവും ചിന്തിക്കാനും
അത് ഉൾക്കൊണ്ട് ജീവിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചതായി പറയുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ അതേറ്റവും നേരായതിലേക്ക് നയിക്കുന്നതാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഈമാനുള്ള സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട് എന്നും ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പൊ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് വഴി നടത്തുന്നു. അതർത്ഥമറിയാതെ കേവല പാരായണത്തിലൂടെ ഖുർആൻ വഴി നടത്തുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. നിങ്ങൾക്കിത് അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശം വന്നെത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ വ്യക്തമായൊരു ഗ്രന്ഥം. യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അല്ലാഹു ആ ഖുർആൻ കൊണ്ട് അവന്റെ തൃപ്തി, അവന്റെ പൊരുത്തം പിൻപറ്റുന്ന ആളുകൾ, പൊരുത്തം തേടുന്ന ആളുകൾ, അവരെ സന്മാർഗത്തിന്റെ, സമാധാനത്തിന്റെ, രക്ഷയുടെ വഴിയിലേക്ക് നടത്തുന്നു. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നിഹി. അവരെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അല്ലാഹു അവന്റെ അനുമതി പ്രകാരം വഴി നടത്തുന്നു, പുറത്തു കൊണ്ടുവരുന്നു. ഇരുട്ടിൽ നിന്ന് തിന്മയുടെയും കുഫറിന്റെയും നിഫാഖിന്റെയും ഷിർക്കിന്റെയും അന്ധകാരത്തിൽ നിന്ന് ഹിദായത്തിന്റെ, ഇസ്ലാമിന്റെ, നന്മയുടെ വെളിച്ചത്തിലേക്ക് അല്ലാഹു അവരെ പുറത്തു കൊണ്ടുവരുന്നു. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അവരെ അല്ലാഹു നേരായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ അത് പിൻപറ്റുന്ന ആളുകൾ, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് അത് നെഞ്ചേറ്റുന്ന ആളുകൾ, അവർക്കാണ് സന്മാർഗം ലഭിക്കുക. അവർക്കാണ് ഏറ്റവും ശരിയായ മാർഗം ഏതാണെന്ന് അറിയുക. അവരെയാണ് അല്ലാഹു പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ഇതൊന്നും അറിയാതെ അത് കേവലം പാരായണം ചെയ്ത് ഓതി തീർത്ത് നാഴികക്ക് 40 വട്ടം അത് ഖത്തം ഓതി തീർത്തിട്ട് ഇതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ ജീവിച്ചാൽ ഇതൊന്നും ലഭിക്കൂല. അതുകൊണ്ട് ഖുർആൻ, അതിന്റെ വായന എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മളെ ഗൗരവത്തിൽ ഉണർത്തുന്ന ഏറ്റവും വലിയ സംഗതിയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അവർ നൽകിയ മറുപടി. ആയിഷ ബീവിയോട് ചിലർ വന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു, അലസ്ത തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ? കാന ഖുലുഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. നീ ഖുർആൻ ഓതാറില്ലേ? എങ്കിൽ നീ ഓതുന്ന ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നോക്കൂ നിങ്ങൾ, ഈ ചോദ്യവും ഈ മറുപടിയും നമ്മൾ നമ്മളിലേക്കൊന്ന് ചേർത്ത് വെക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? നമ്മൾ നമ്മോട് ചോദിക്കും, നമ്മൾ ഖുർആൻ ഓതാറില്ലേ? നമ്മൾ ഓതുന്ന ഖുർആൻ അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നമ്മൾ ഓതുന്ന ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. പക്ഷെ ആ ഖുർആൻ നമ്മുടെ സ്വഭാവമല്ല. കാരണം ആ ഖുർആനിന്റെ അർത്ഥം നമുക്കറിയില്ല, അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഓർമ്മ വെച്ച് നാളെ മുതൽ എത്രയോ തവണ റമദാനുകളിലുടനീളം നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്യുന്നു. 100 കണക്കിന് പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ഖത്തം ഓതി തീർത്തിട്ടുണ്ടാവും. എന്റെ മുമ്പിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾ എത്രയോ തവണ ഓതി തീർത്തിട്ടുണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണിത്. നമ്മുടെ സ്വഭാവമായിട്ടുണ്ടോ ഖുർആൻ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിക്കുന്നു, അന്ന കുല്ല മാ ഫിൽ ഖുർആനി മിൻ ഇബാദത്തിൻ വഖുലുഖിൻ വഅദബിൻ വമുആമലത്തിൻ ഇലാ ഗൈരി ദാലിക് ഖദ് ഇത്തസഫ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല തമാമി വൽ കമാൽ. ഖുർആനിൽ ഏതൊക്കെ ഇബാദത്തുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ, ഖുർആനിൽ ഏതൊക്കെ നല്ല സ്വഭാവ ഗുണങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ, ഖുർആനിൽ എന്തെല്ലാം നല്ല മര്യാദകൾ, നല്ല ഇടപാടുകൾ, ജനങ്ങളോടുള്ള നല്ല പെരുമാറ്റ മര്യാദകൾ, ഇങ്ങനെ തുടങ്ങി ഖുർആനിൽ എന്തെല്ലാം നന്മകളും ഗുണങ്ങളും മൂല്യങ്ങളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിപൂർണമായി ഒന്നുമൊഴിയാതെ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഖുർആനിൽ
അള്ളാഹു മുഅ്മിനീങ്ങൾക്കുണ്ടാകണമെന്ന് പറഞ്ഞ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മര്യാദകൾ, പെരുമാറ്റ മൂല്യങ്ങൾ, മറ്റുള്ളവരോട് കാഴ്ചവെക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രോത്സാഹിപ്പിച്ച നന്മകൾ, സുഹൃതങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ടോ? നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഫകാന അഅ്ബദുൻ നാസി ലില്ലാഹ് ഫകാന അഅ്ബദൻ നാസി ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത വ്യക്തിയായിരുന്നു. നബിയേക്കാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത മറ്റാരാണുള്ളത്? നബിയേക്കാൾ ഇബാദത്തുകളിൽ വർധനവ് കാണിച്ചവൻ മറ്റാരാണുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. അതുകൊണ്ട് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായി. വഅക്സറഹും ഖശ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. അതുകൊണ്ട് ജനങ്ങളിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ ഭയപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വഅഅ്ദമഹും തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. അതുകൊണ്ട് ജനങ്ങളിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ തഖ്വ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വഅക്മലുഹും ഖുലുഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. അതുകൊണ്ട് ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവ സൽഗുണ സമ്പന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വഅഹ്സനുഹും അദബ. ജനങ്ങളിൽ ഏറ്റവും നല്ല പെരുമാറ്റ മര്യാദകൾ കാഴ്ചവെച്ചത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വഅത്യബഹും മുആമലതൻ. ജനങ്ങളോട് ഏറ്റവും നന്നായി ഇടപാടുകൾ നടത്തിയത്, ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ കാഴ്ചവെച്ചത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. കാരണം കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഭാഗത്തെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫഹാദിഹി കാനത് അഖ്ലാഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഖ്തബസ മിൻ മിഷ്കാത്തിൽ ഖുർആൻ. നബിയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനാകുന്ന വിളക്കുമാടത്തിൽ നിന്ന് പകർന്നെടുത്ത സ്വഭാവ ഗുണങ്ങളായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഫകാന കലാമുഹു മുതാബിഖൻ ലിൽ ഖുർആൻ തഫ്സീലൻ ലഹു വ തബ്യീനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഖുർആൻ അത് നടപ്പിലാക്കുന്ന രൂപത്തിലായിരുന്നു. ഖുർആൻ അതിന്റെ വിശദീകരണങ്ങൾ, ഖുർആനിന്റെ വിശദാംശങ്ങൾ, ഖുർആനിന്റെ തഫ്സീർ, വ്യാഖ്യാനങ്ങൾ, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം. വഉലൂമുഹു ഉലൂമുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനങ്ങൾ, അവിടുന്ന് പകർന്നെടുത്ത അറിവുകൾ, അവിടുന്ന് സ്വായത്തമാക്കിയ അറിവുകൾ, അത് ഖുർആനിന്റെ വിജ്ഞാനീയങ്ങളായിരുന്നു. നമ്മൾ പരിശോധിക്കുക, നമ്മൾ ഖുർആൻ ഓതുന്നവരാണ്, നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. നമ്മൾ നേടിയ വിജ്ഞാനങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഖുർആനിനെ പറ്റിയാണോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തിളക്കവും വലുപ്പവും ആഴവും പരപ്പുമുള്ളത് ഖുർആനിന്റെ വിജ്ഞാനീയങ്ങളാണോ? അള്ളാഹുവിന്റെ ദീനിന്റെ അറിവാണോ? അതല്ല. ചിലപ്പോൾ ഈ ദുനിയാവിൽ വരെ പഠിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നിടത്തോളം ഒരു ഉപകാരമില്ലാത്ത ദുനിയാവിന്റെ ആളുകൾ എഴുതി വെച്ച വാറോലകളാണോ? പ്രത്യയശാസ്ത്രങ്ങളാണോ? ശാസ്ത്രമാണോ? വിജ്ഞാനമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനങ്ങൾ ഖുർആനിന്റെ വിജ്ഞാനങ്ങളായിരുന്നു. വഇറാദാതുഹു വഅഅമാലുഹു മാ ഔജബഹു വനദബ ഇലൈഹി ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശങ്ങൾ, അവിടുത്തെ ചിന്ത, അവിടുത്തെ വാക്ക്, അവിടുത്തെ പ്രവർത്തനം ഒന്നുകിൽ ഖുർആൻ നിർബന്ധമാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച ഐച്ഛികമായതായിരിക്കും. ഖുർആൻ നിർബന്ധമാക്കിയതോ ഖുർആൻ ഐച്ഛികമായി പ്രോത്സാഹിപ്പിച്ചതായ പ്രതിഫലാർഹമായ ചിന്തകളും വാക്കും പ്രവർത്തനങ്ങളുമായിരുന്നു നബിയുടെ ചിന്തയും വാക്കും പ്രവർത്തനവുമെല്ലാം. വഇഅറാദുഹു വതർക്കുഹു ലിമാ മനഅ മിൻഹുൽ ഖുർആൻ. നബി എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നബി എന്തിനോടെങ്കിലും പുറംതിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിലൂടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും കാര്യത്തോട് നമ്മൾ പുറംതിരിഞ്ഞു നടക്കുന്നുവെങ്കിൽ അത് ഖുർആനിലൂടെ അള്ളാഹു വിലക്കിയ കാര്യമായിരിക്കും. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയതും പുറംതിരിഞ്ഞതും ഖുർആൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്നായിരുന്നു. വറഗ്ബതുഹു ഫീമാ റഗ്ഗബ ഫീ. അവിടുന്ന് ആഗ്രഹിച്ചത്, അവിടുന്ന് സ്വപ്നം കണ്ടത്, അവിടുന്ന് അഭിലഷിച്ചത്, അവിടുന്ന് മോഹിച്ചത് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കാനും അഭിലഷിക്കാനും പറഞ്ഞ കാര്യങ്ങളാണ്. അവിടുന്ന് സ്വർഗമാണ്, പരലോകമാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. വസുഹ്ദുഹു ഫീമാ സഹദ ഫീ.
അവിടുന്ന് എന്തെങ്കിലും കാര്യത്തോട് വിരക്തി കാണിച്ചുവെങ്കിൽ, ഒഴിവാക്കിയെങ്കിൽ, അകറ്റിയെങ്കിൽ ഖുർആനിലൂടെ അള്ളാഹു വിരക്തി പ്രാപിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ, അതിലൂടെയാണ് അവിടുന്ന് സുഹൂദ് നടപ്പാക്കിയത്, അവിടുന്ന് ഒഴിവാക്കിയത്, അവിടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് ഖുർആനിൽ അള്ളാഹു വിരക്തി കാണിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നായിരുന്നു. വകറാഹതുഹു ലിമാ കരിഹ, അവിടുന്ന് എന്തെങ്കിലും കാര്യത്തോട് വെറുപ്പ് കാണിച്ചുവെങ്കിൽ ഖുർആനിലൂടെ അള്ളാഹു വെറുക്കാൻ പറഞ്ഞ കാര്യങ്ങളോടായിരുന്നു. വമഹബ്ബതുഹു ലിമാ അഹബ്ബ, അവിടുന്ന് എന്തെങ്കിലും കാര്യത്തെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എന്തെങ്കിലും കാര്യത്തെ അവിടുന്ന് അതിയായി സ്നേഹിച്ചുവെങ്കിൽ ഖുർആൻ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറഞ്ഞ കാര്യങ്ങളെയായിരുന്നു, വ്യക്തികളെയായിരുന്നു. വസഅയുഹു ഫീ തൻഫീദി അവാമിരിഹി, അവിടുത്തെ പരിശ്രമം മുഴുവൻ, അവിടുത്തെ ത്യാഗോജ്ജലമായ ജീവിതം മുഴുവൻ ഫീ തൻഫീദി അവാമിരിഹി വതബ്ലീഗിഹി വൽ ജിഹാദി ഫീ ഇഖാമതിഹി, ആ ദീനിന്റെ കൽപ്പനകൾ നടത്താനും നടപ്പിലാക്കാനും അത് മറ്റുള്ളവർക്ക്, ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനും, ആ ദീൻ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് സ്ഥാപിക്കാനുള്ള യുദ്ധത്തിനും സായുധ സമരത്തിനും വേണ്ടിയായിരുന്നു അവിടുത്തെ ജീവിതത്തിലെ പരിശ്രമങ്ങൾ മുഴുവൻ. ആ ഖുർആനിന്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ, അതിന്റെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ആ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, ഇതിനു വേണ്ടിയായിരുന്നു അവിടുത്തെ ജീവിതത്തിലെ ത്യാഗവും പോരാട്ടങ്ങളും മുഴുവൻ. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം അറിഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ, ഇതിങ്ങനെ കൃത്യമായി സൂക്ഷ്മമായി അറിയാവുന്ന നമ്മുടെ ഉമ്മ അവർ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നമുക്ക് ഖുർആൻ ഓതാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ ഖുർആനിനെ നമ്മൾ ആ രൂപത്തിൽ ഓതി തീർത്തിട്ടുണ്ടോ എന്നത് ഈ റമദാനിലെങ്കിലും ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഒന്നിലധികം ആയത്തുകളിൽ വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് റൂഹ് എന്ന്. റൂഹിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ റൂഹ് എന്ന് പറഞ്ഞാൽ? ശരീരത്തിൽ റൂഹില്ലെങ്കിൽ നമ്മുടെ ശരീരം നിർജീവമാകും. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിന്റെ റൂഹായി ഖുർആനിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, അല്ലാഹു സൂറത്തു ശൂറായിൽ പറയുകയാണ്, അപ്രകാരം റസൂലെ താങ്കൾക്കിതാ നാം വഹയായി എന്റെ കൽപ്പന പ്രകാരം, എന്റെ അനുമതി പ്രകാരം ഇതാ റൂഹിനെ നൽകിയിരിക്കുന്നു. ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറയുന്നു, ഈ റൂഹ് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയായി നൽകിയ റൂഹ് എന്താണ്? ഖുർആനാണ്. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, റസൂലെ താങ്കൾക്ക് കിതാബ് എന്താണെന്നും ഈമാൻ എന്താണെന്നും അറിയില്ലായിരുന്നു നുബുവത്തിന് മുമ്പ്. വലാകിൻ ജഅൽനാഹു നൂറൻ, പക്ഷേ ആ വഹയാകുന്ന റൂഹാകുന്ന ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം അതിനെ ഒരു പ്രകാശമാക്കി. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവരെ അതുകൊണ്ട് ഞാൻ ഹിദായത്തിലാക്കുന്നു. വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, താങ്കളും ഈ റൂഹ് കൊണ്ട് അവരെ നയിക്കുന്നത് അതേ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. താങ്കൾക്ക് റൂഹായി, ആത്മാവായി, ജീവാത്മാവായി നൽകിയ ഈ പരിശുദ്ധ ഖുർആൻ അത് പ്രകാശമായി എന്റെ അടിമകളിൽ ചിലർക്ക് ഞാൻ നൽകി അവർക്ക് ഹിദായത്ത് നൽകുന്നു, അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞാൻ നയിക്കുന്നു. താങ്കളും ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവരെ നയിക്കുന്നു. സൂറത്തുൻ നഹ്ലിന്റെ തുടക്കത്തിലും ഖുർആനിനെ പറ്റി റൂഹ് എന്ന് പറഞ്ഞതായി കാണാം. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരി, ഖുർആനിനെ റൂഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇനി ഖുർആനിന്റെ വഹി കൊണ്ട് ഇറങ്ങിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കിനെയും അല്ലാഹു റൂഹ് എന്ന് വിശേഷിപ്പിച്ചു. എവിടെ? ഖുർആനിൽ രണ്ടു സ്ഥലത്ത് അത് കാണാം. ഒന്ന് സൂറത്തുൽ ഖദറിൽ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകളും റൂഹും ഇറങ്ങും. അവിടെ പറഞ്ഞ റൂഹ് ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുപോലെ തന്നെ സൂറത്തു ശുഅറായിൽ കാണാം, നസല ബിഹിർ റൂഹുൽ അമീൻ, ഖുർആൻ കൊണ്ടിറങ്ങിയത് റൂഹുൽ അമീനാണ്. അതാരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്തുകൊണ്ടാണ് ഖുർആനിനെ റൂഹെന്നും ഖുർആനാകുന്ന വഹി കൊണ്ടിറങ്ങുന്ന മലക്കിനെ റൂഹെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്? പണ്ഡിതന്മാർ അതിന്റെ രഹസ്യം പറയുന്നു, ലിഅന്നഹു നസല ബിൽ ഖുർആനില്ലദി ബിഹി ഹയാത്തുൽ ഖുലൂബ്,
ഹൃദയങ്ങൾക്ക് ജീവൻ പകർന്നു നൽകുന്ന, ഹൃദയങ്ങളുടെ ജീവാത്മാവായ റൂഹും കൊണ്ടാണ് ആ ജിബ്രീൽ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഹൃദയത്തിന് ജീവൻ നൽകുന്ന കാര്യം, ഹൃദയത്തിന് റൂഹ് നൽകുന്ന കാര്യം എന്നർത്ഥത്തിലാണ് അള്ളാഹു ഖുർആനിനെ റൂഹ് എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഇറങ്ങിയ മലക്കിനെയും റൂഹ് എന്ന് വിശേഷിപ്പിച്ചത്. ഫയജിബു അലാ കുല്ലി വാഹിദിൻ മിന്നാ അൻ യഅലമ അന്ന ഹയാതഹുൽ ഹഖീഖിയ്യത ഫീ ഹാദിഹി ദുനിയ വഫിൽ ആഖിറ ബിഹസബി ഹദ്ദിഹി വനസീബിഹി മിൻ ഹാദൽ കിതാബിൽ മുബാറക് ഇൽമൻ വഅമലൻ വതത്ബീഖൻ. അതുകൊണ്ട് നമ്മളിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും നാം ഓരോരുത്തരും അറിയണം, മനസ്സിലാക്കണം, നമുക്ക് ഈ ലോകത്തും പരലോകത്തും യഥാർത്ഥ ജീവിതം, ശരിയായ ജീവിതം അത് സാധിക്കണമെങ്കിൽ ഈ ഖുർആനാകുന്ന റൂഹ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചായിരിക്കും. ആര് ഖുർആനിനെ ഇൽമായി, നമ്മുടെ അറിവായി, നമ്മുടെ അമലായി, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന നമ്മുടെ ജീവിത രേഖയായി, നമ്മുടെ ജീവിത പദ്ധതിയായി ഖുർആനിനെ സ്വീകരിക്കുന്നുവോ അത്രത്തോളം ഇഹലോകത്തും പരലോകത്തും നമുക്ക് നല്ല ജീവിതം നയിക്കാൻ സാധിക്കും, യഥാർത്ഥ ജീവിതം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ല സൂറത്തുൽ ഹദീദിലൂടെ, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അല്ലാഹുവിനോടുള്ള സ്മരണയാൽ, അല്ലാഹുവിനോടുള്ള സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കീഴൊതുങ്ങാൻ, വിനയാന്വിതമാകാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? നമ്മൾ ചോദിക്കേണ്ട സമയമാണ്. റമളാൻ അടുത്തു നിൽക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ നമ്മുടെ ഹൃദയത്തിന് താഴ്മയും വിനയവും ഭയഭക്തിയും കൈവരാൻ ഇനിയും സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു ഇറക്കിയ ഹഖ് അത് സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം പാകപ്പെട്ടില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും, അവരാകാതിരിക്കാനും ആരെപ്പോലെ? മുൻപ് കിതാബ് നൽകപ്പെട്ട ജൂത നസാറാക്കൾ, അവർക്ക് കാലം ദീർഘിച്ചുപോയി. അവർക്ക് നൽകപ്പെട്ട കിതാബിന്റെ അർത്ഥമോ ആശയമോ ഗ്രഹിക്കാനോ പഠിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ അതവരുടെ ജീവിത പദ്ധതിയായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. കിതാബ് ഇറങ്ങി, കിതാബിന്റെ ആളുകളായിരുന്നു, ഇൽമുള്ളവരായിരുന്നു, അറിവുള്ളവരായിരുന്നു. കാലം ദീർഘിച്ചുപോയി, അവർക്കുമേൽ കിതാബ് ഇറങ്ങിയിട്ടുണ്ട്. ഫഖസത് ഖുലൂബുഹും, പക്ഷെ ആ കിതാബിലുള്ളത് അവർ ഗ്രഹിച്ചില്ല, പഠിച്ചില്ല, പ്രവർത്തിച്ചില്ല. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ഫാസിഖുകളായിരുന്നു, അധർമ്മകാരികളായിരുന്നു. അവരെ പോലെ ആകാതിരിക്കാനും മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? എത്ര കാലമായി പരിശുദ്ധ ഖുർആൻ നമ്മൾ കൈകളിലേന്തി നടക്കുന്നു? എത്ര റമളാനിലാണ് പരിശുദ്ധ ഖുർആൻ പലതവണ നമ്മൾ ഖതമോദി തീർക്കുന്നു? എത്രയോ ചെറുപ്പത്തിൽ നമ്മൾ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ, പാരായണം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. എന്നിട്ടും കാലം ദീർഘിച്ചു പോയിട്ടും ആ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും ആ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഹൃദയം അതിന് കീഴൊതുങ്ങാനും നമുക്കിനിയും സമയമായിട്ടില്ലെങ്കിൽ ഖുർആൻ നമുക്ക് ജീവൻ പകരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ പറയുന്നു, ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ അവസാനം സൂറത്തുൽ ഹദീദിന്റെ 17-ാമത്തെ ആയത്തിൽ യഅലമു അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അറിയണം, അല്ലാഹു ഭൂമി നിർജീവമായതിനു ശേഷം അതിന് ജീവൻ നൽകുന്നു. ഖദ് ബയ്യനാ ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ, ഇപ്രകാരം ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹു ആയത്തുകൾ വിശദീകരിച്ചു തരുന്നു. ഇവിടെ എന്തിനാണ് ഭൂമി നിർജീവമായതിനു ശേഷം അല്ലാഹു അതിന് ജീവൻ നൽകുന്നു എന്ന് പറഞ്ഞത്? വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്താൽ അവിടെ ജീവന്റെ പുൽനാമ്പുകൾ മുളക്കുകയായി. ഇതുപോലെ ഹിദായത്തും ഹക്കും അന്യമായി വരണ്ടു കിടക്കുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ സ്വീകരിക്കാതെ വറ്റി വരേണ്ട ഹൃദയങ്ങൾ, അവിടേക്ക് റൂഹായി, ജീവനായി, ജീവജലമായി ഖുർആൻ പെയ്തിറങ്ങിയാൽ ആ ഹൃദയങ്ങൾക്ക് ജീവൻ വരുന്നു. അള്ളാഹു അതിന് ഉപമിച്ചതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുക പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇത് ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നവർ അവർ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് ഖുർആൻ അതിന്റെ ആയത്തുകൾ പിൻപറ്റാത്തവർ, ഖുർആനിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാത്തവർ, അവർക്ക് ബുദ്ധിയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം ലഅല്ലക്കും തഅഖിലൂൻ, ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്
ഖുർആനിനെ ജീവനായി സ്വീകരിക്കണം, അതവന്റെ ജീവിതമായി പ്രവർത്തിക്കണം. അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത ആളുകൾ ഖുർആൻ കേവലം ഓതി തീർക്കുക എന്നതല്ലാതെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയത് പിൻപറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന് ജീവൻ ലഭിക്കണമെങ്കിൽ, നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ, നമുക്ക് ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ ഖുർആൻ കൊണ്ടല്ലാതെ, ഖുർആൻ പഠിച്ചു പ്രവർത്തിച്ചാലല്ലാതെ സാധിക്കുകയില്ല. അപ്പൊ ചിന്തിക്കും, ഈ ദുനിയാവിൽ സുഖങ്ങളിലും സൗകര്യങ്ങളിലും സമ്പന്നതയിലും ധന്യതയിലും ജീവിക്കുന്ന ആളുകളോ, ധിക്കാരികളായി തോന്നിവാസികളായി ദുനിയാവിന്റെ എല്ലാ വിഭവങ്ങളും സ്വരുക്കൂട്ടിയ ആളുകളോ അവരും ജീവിക്കുന്നില്ലേ? അവരെ കുറിച്ച് ഇസ്ലാമിന് പറയാനുള്ളത്, അവരുടെ ജീവിതം അവർ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഐഷത്തുൻ ബഹീമിയ, അവരുടെ ജീവിതം നാൽക്കാലികൾക്ക് സമാനമാണ്. അവർ മനുഷ്യരാണ്, ജീവിക്കുന്നുണ്ട്, പക്ഷേ അവർ മൃഗതുല്യരായാണ് ജീവിക്കുന്നത്. ലാ ഐഷതൻ ഹഖീഖിയ്യ, യഥാർത്ഥ ജീവിതം ജീവിക്കാൻ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് ഖുർആൻ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ വന്നെത്തിയാൽ, ഏതാണ് ആ ഹുദ? ഖുർആനാണ്, ഖുർആനിന്റെ വിശേഷണമാണത്. ആരാണ് ആ ഹുദയെ പിൻപറ്റുന്നത്? എങ്ങനെ അത് പിൻപറ്റുക? അർത്ഥറിയാതെ ഓതി തീർത്താൽ പിൻപറ്റാൻ പറ്റുമോ? ഖുർആനിലെ ഹുദ, സന്മാർഗം നമ്മുടെ ജീവിതമായി കൊണ്ടു നടക്കാൻ ആർക്കാണ് സാധിക്കുക? അത് അർത്ഥമറിഞ്ഞ് അതനുസരിച്ച് അമൽ ചെയ്യുന്നവർക്കാണ്. ഫലാ യദില്ലു വലാ യശ്ഖാ. അങ്ങനെ അള്ളാഹുവിന്റെ സന്മാർഗമാകുന്ന ഹുദയാകുന്ന ഖുർആനിനെ പിൻപറ്റുന്നവർ അവർ വഴികേടിലാവുകയില്ല. എവിടെ? ദുനിയാവിൽ. വലാ യശ്ഖാ, ആഖിറത്തിൽ അവർ നിർഭാഗ്യവന്മാരുമാകുകയില്ല. അവർക്ക് ദുനിയാവും ലഭിക്കും, ആഖിറവും ലഭിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിൽ സൗഭാഗ്യപൂർണമായ ജീവിതം അവർക്ക് ലഭിക്കും, ആഖിറത്തിലേക്ക് ഹിദായത്ത് ലഭിച്ച് അവർ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആരാണോ ജീവിതത്തിൽ സൗഭാഗ്യവും സന്മാർഗവും ആഗ്രഹിക്കുന്നത്, ഫഅലൈഹി ബിൽ ഖുർആൻ, അവൻ ഖുർആൻ മുറുകെ പിടിക്കട്ടെ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സഹോദരങ്ങളെ, മഹാനായ മുഫസ്സിർ അൽ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്നി അഅജബു മിമ്മൻ ഖറഅൽ ഖുർആന വലം യഅലം തഅവീലഹു കൈഫ യൽതദ്ദു ബിഖിറാഅതി. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഖുർആൻ ഓതുന്ന ചിലരുണ്ട്, അവർക്ക് എന്താണ് അതിന്റെ അർത്ഥമെന്നറിയില്ല. അവരോതുന്ന ആയത്തിലൂടെ തന്റെ റബ്ബിന്റെ കലാമാണ് അവർ ഓതുന്നത്, അള്ളാഹുവിന്റെ സംസാരമാണ്. എന്താണ് തന്റെ റബ്ബ് തന്നോട് സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരതിന്റെ വാക്കുകളിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു, അതല്ലെങ്കിൽ അവർ ഖുർആൻ കേൾക്കുന്നു, അതിന്റെ പാരായണ മാധുര്യം, അതിന്റെ കേൾവി സുഖം മാത്രം ആസ്വദിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥമെന്ന് അവർക്കറിയില്ല. കൈഫ യൽതദ്ദു ബിഖിറാഅതി, എങ്ങനെയാണ് അവർ ഖുർആൻ ആസ്വദിക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് അവരുടെ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ സാധിക്കുന്നത്? അതിന്റെ അനുഭൂതി എങ്ങനെയാണ് അവർക്ക് ലഭിക്കുക? ലഭിക്കൂലെന്നാണ്. ഖുർആൻ അർത്ഥമറിയാതെ കേവലം ഓതി തീർത്താൽ ഖുർആൻ കൊണ്ടുള്ള ആസ്വാദനമല്ല അത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ആലോചിച്ചോതുക, അതാണ് ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കാനുള്ള കാരണം. ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ഓതുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യരൂപത്തിൽ ഇത് നമ്മോട് ധാരാളമായി ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂൽ ഖുർആൻ അഫലാ യഖറഊനൽ ഖുർആൻ എന്നല്ല ചോദിച്ചു. ഖുർആൻ നിങ്ങൾ ഓതി തീർക്കുന്നില്ലേ, ഖുർആൻ നിങ്ങൾ ഓതി തീർക്കുന്നില്ലേ എന്നല്ല ചോദിച്ചത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിന്റെ അർത്ഥം ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഖുർആൻ ഉറ്റാലോചിക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നമ്മൾ ഓതുന്ന പോലെ ഓതി തീർക്കാൻ ഹൃദയങ്ങളുടെ ആവശ്യമുണ്ടോ? നാവ് പോരെ, ഒച്ച പോരെ, തൊണ്ട പോരെ? പക്ഷെ അള്ളാഹു ചോദിച്ചു നോക്കൂ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കവിടെ കൽബിലാണ്. അതിന്റെ ആശയം ആഴത്തിൽ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയാൽ അവൻ ഖുർആനെ ചിന്തിക്കും. അങ്ങനെ ഖുർആൻ മനസ്സിളക്കുന്ന രൂപത്തിൽ, ചിന്തയിൽ സ്ഥാനം പിടിക്കാൻ രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് ഖുർആൻ ഓതുന്നില്ലേ? അല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇപ്പോഴും പൂട്ടിട്ട് വച്ചിരിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു.
അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ഖുർആനിനെ ഉറ്റാലോചിച്ചുകൊണ്ട് ഓതണം. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ആയത്തിൽ സൂറത്ത് സ്വാദിൽ അള്ളാഹു പറഞ്ഞത് ലിയദ്ദബ്ബറു ആയാതി. ഖുർആൻ എന്തിനാണ് ഇറക്കിയത്? ഓതി തീർക്കാനല്ല. ലിയദ്ദബ്ബറു ആയാതി കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. അനുഗ്രഹീതമായ ഈ കിതാബ് ഖുർആൻ റസൂലെ താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതി, അതിന്റെ ആയത്തുകൾ ഉറ്റാലോചിക്കാൻ, അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അത് ഗുണപാഠം ഉൾക്കൊള്ളാനുള്ള ഉത്ബോധനമായി സ്വീകരിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്ത് നജ്മിന്റെ അവസാനത്തിൽ ചോദിച്ചില്ലേ അല്ലാഹു, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ വൃത്താന്തം ഖുർആൻ അത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ? എങ്ങനെ അത്ഭുതപ്പെടുത്തുക? അർത്ഥമറിയാതെ ഓതുന്നവർക്ക് എങ്ങനെയാണ് ഖുർആനിന്റെ ആശയങ്ങൾ അത്ഭുതമുണ്ടാക്കുക? വതദ്ഹകൂൻ, നിങ്ങൾ ഓതുന്നുണ്ടല്ലേ, നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ല, നിങ്ങൾ ചിരിക്കുന്നു. വലാ തബ്കൂൻ, പക്ഷെ നിങ്ങൾ കരയുന്നില്ല. വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധയിലാണ്. ഖുർആൻ ഓതിയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്, കരയാൻ സാധിക്കാത്തത്? ഖുർആൻ നമ്മെ അത്ഭുതപ്പെടുത്തി ഹൃദയം പിടിച്ചു കുലുക്കാത്തത്? ഖുർആനിന്റെ ആശയങ്ങൾ ചിന്തിച്ച് നമ്മൾ ഓതുന്നില്ല, അതുകൊണ്ട് നമുക്ക് ചിരി വരുന്നു. വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾ ഖുർആനിൽ നിന്ന് അതിന്റെ അർത്ഥം ഗ്രഹിക്കാതെ, അതിന്റെ ആശയം മനസ്സിലാക്കാതെ, അതനുസരിച്ച് അമൽ ചെയ്യാതെ എത്ര ഓതി തീർത്താലും ഖുർആൻ കൊണ്ട് അവന് ഉപകാരം ലഭിക്കുകയില്ല. ഖുർആൻ കൊണ്ട് അവന് ഹിദായത്ത് ലഭിക്കുകയില്ല. ഖുർആൻ അവന് പ്രകാശമാകുകയില്ല. ഖുർആൻ അവന് വെളിച്ചമാകുകയില്ല. ഖുർആൻ അവന്റെ സ്വഭാവമാകുകയില്ല. ഖുർആൻ അവന്റെ അമലാവുകയില്ല. ഖുർആൻ അവന്റെ ജീവിതമാകുകയില്ല. മറിച്ച് അവൻ ഖുർആൻ ഓതിയിട്ടും നശിക്കുന്നവനായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖുർആനിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു വിശേഷണം ദിക്ർ എന്നാണ്. അല്ലാഹു സൂറത്ത് ത്വലാഖിൽ പറഞ്ഞു, ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, നാം ഇതാ നിങ്ങളിലേക്ക് ദിക്റിനെ അവതരിപ്പിച്ചിരിക്കുന്നു. സൂറത്ത് സ്വാദിൽ മറ്റൊരിടത്ത് പറഞ്ഞു, വൽ ഖുർആനി ദിക്ർ, ദിക്ർ ഉൾക്കൊള്ളുന്ന ഖുർആൻ. ഖുർആനിൽ എന്തിനൊക്കെ പറ്റിയുള്ള ദിക്റാണുള്ളത്? നമ്മുടെ മുൻകാല സമൂഹങ്ങളെ പറ്റിയുള്ള ദിക്റുണ്ട്, പരാമർശമുണ്ട്. ദിക്റിന് പല അർത്ഥമുണ്ട്: ഓർമ്മ, സ്മരണ, പരാമർശം, പറച്ചിൽ. അപ്പൊ ഖുർആനിൽ ഉള്ള ദിക്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ മുൻകാലക്കാരെ കുറിച്ചുള്ള വാർത്തകൾ അതിലുണ്ട്, ചരിത്രങ്ങളുണ്ട്. വനബഉ മാ ബഅദന, നമുക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പ്രവചനങ്ങൾ ഖുർആനിലുണ്ട്. ഖിയാമത്ത് നാളിനെ പറ്റി, സ്വർഗനരകങ്ങളെ പറ്റി. അതിപ്പോഴും സംഭവിച്ചിട്ടില്ല. സ്വർഗനരകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പരലോകത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫീഹി ദിക്റു അസ്മാഇ റബ്ബിന സുബ്ഹാനഹു വ തആല വ ഔസാഫിഹി, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകൾ, അവന്റെ വിശേഷണങ്ങൾ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വർഗനരകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൽപ്പനകളുണ്ട്, വിലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന അവന്റെ ഉത്ബോധനങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ വിജയത്തിന്, ഇഹപര വിജയത്തിന് ആവശ്യമായ എല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ദിക്ർ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഈ ദിക്ർ, ഇത്രയും കാര്യങ്ങൾ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടു എന്ന കാര്യം അർത്ഥമറിയാതെ ഓതിയവർക്ക് എങ്ങനെയാണ് വായിക്കാൻ സാധിക്കുക? അത് ദിക്റായി ഉൾക്കൊള്ളാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഖുർആനിനെ ദിക്റാക്കാത്തവർ, ഖുർആൻ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ഉത്ബോധനമായി സ്വീകരിക്കാത്തവർ, അത് അവരുടെ ഓർമ്മയായും സ്മരണയായും നിലനിർത്താത്തവർ, അവർ അശ്രദ്ധരാണ്. ദിക്റിന്റെ വിപരീതം എന്താണ്? ഗഫ്ലത്ത്. അവരശ്രദ്ധയിലായിരിക്കും. അവർ ദീനിനെ പറ്റിയും ഖുർആനിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയുമെല്ലാം അശ്രദ്ധയിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ദിക്റാക്കിയിരിക്കുന്നു, സ്മരണയാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനെങ്ങാനും ഒരു നിർജീവമായ, ജീവനില്ലാത്ത, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത നിർജീവമായ ഒരു പർവ്വതത്തിന് മുകളിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ അതുപോലും ആ ഖുർആനിന്റെ ഗാംഭീര്യത്തെ, അള്ളാഹുവിന്റെ കലാമിന്റെ ഗൗരവത്തെ
ഉൾക്കൊണ്ടുകൊണ്ട് പൊട്ടിത്തകരുമായിരുന്നു എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നാം എങ്ങാനും ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന് മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ആ പർവ്വതത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിമിത്തം പൊട്ടിത്തകരുന്നതായി കാണുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നു. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് വളരെ ഗൗരവമുള്ള ആയത്താണ്. നിർജീവമായ, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ചിന്തയില്ലാത്ത, കൽബില്ലാത്ത, രക്തമില്ലാത്ത, ജീവനില്ലാത്ത ഒരു പർവ്വതത്തിന് മുകളിൽ ഇത് അവതരിപ്പിക്കപ്പെടുകയായിരുന്നുവെങ്കിൽ അത് പൊട്ടിത്തകരുമായിരുന്നു അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്. എന്നാൽ وكثير من القلوب ترد عليها زواجر القرآن وقوارئ القرآن ومواعظ القرآن فلا يتحرك فيها ساكن بل تبقى على قسوتها. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ എത്രയോ ഖുർആൻ കേൾക്കുന്നു, ഖുർആനിന്റെ അധ്യാപനങ്ങൾ കേൾക്കുന്നു, ഖുർആനിൽ അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങൾ കേൾക്കുന്നു, അവന്റെ വിലക്കുകൾ, അവന്റെ കൽപ്പനകൾ. നമ്മുടെ ഹൃദയത്തിനൊരു അനക്കവുമില്ല, നമ്മുടെ ഹൃദയത്തിനൊരു ഇളക്കവുമില്ല. അത് പർവ്വതം പോലെ ഉറച്ചിരിക്കുകയാണ്. പർവ്വതത്തിന് മേൽ ഇത് അവതരിക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തകരുമായിരുന്നു. പക്ഷേ ജീവനുള്ള, മിടിപ്പുള്ള, രക്തമുള്ള നമ്മുടെ കൽബുകൾക്ക് ഒരു കുലുക്കവുമില്ല. ഈ ഖുർആൻ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതങ്ങനെ അതിന്റെ നിർജീവാവസ്ഥയിൽ കല്ല് പോലെ ഉറച്ചുപോയിരിക്കുന്നു. ബൽ ഖസത് ഖുലൂബുഹും, അള്ളാഹു പറഞ്ഞതുപോലെ അത് പാറ പോലെ ഉറച്ചുപോയിരിക്കുന്നു. എങ്ങനെയാണ് സഹോദരങ്ങളെ ഖുർആൻ അർത്ഥമറിയാതെ, ആശയം മനസ്സിലാക്കാതെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങൾ പിടിച്ചു കുലുക്കപ്പെടുക? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മഹാപർവ്വതങ്ങൾ അതിനു മുകളിൽ ഖുർആൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് പൊട്ടിത്തകരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ഈ ചെറിയ മാംസക്കഷ്ണമാകുന്ന നിന്റെ ഹൃദയം, അതുകൊണ്ട് ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ ആ ഹൃദയത്തിന് യാതൊരു സ്വാധീനവുമില്ല എന്നത് വളരെ അത്ഭുതമാണ്. അതിനലിവ് സംഭവിക്കുന്നില്ല, ആ ഹൃദയം ഉരുകിത്തീരുന്നില്ല, അത് അല്ലാഹുവിന് വഴങ്ങുന്നില്ല, അവന് വിനയാന്വിതമാകുന്നില്ല. ആ ഹൃദയത്തിന് ഭയഭക്തിയില്ല, അല്ലാഹുവിനുള്ള പ്രതീക്ഷയില്ല, ഭയപ്പാടില്ല. നിന്റെ ഹൃദയത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടും നിനക്കിത് സാധിക്കുന്നില്ല എങ്കിൽ നീയാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ മുൻനിർത്തി പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് മാറിക്കിട്ടാൻ നമ്മെ പഠിപ്പിച്ച മഹത്തായൊരു ദുആ ഉണ്ട്. നമ്മിൽ പലർക്കും മനഃപ്പാടമുള്ള ദുആ. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക എന്ന് തുടങ്ങുന്ന ദുആ. അതിൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക, അല്ലാഹുവേ നീ നിനക്ക് വെച്ച എല്ലാ പേരുകളും മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അതല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും നീ പഠിപ്പിച്ച നിന്റെ അസ്മാഅകൾ. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ കിതാബിൽ നീ നിന്നെ കുറിച്ച് പറഞ്ഞ നാമങ്ങൾ, വിശേഷണങ്ങൾ. അവിസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അതല്ലെങ്കിൽ നീ ആർക്കും അറിയിച്ചു കൊടുക്കാത്ത നിന്റെ രഹസ്യജ്ഞാനത്തിൽ നീ അടക്കി വെച്ച നിന്റെ അസ്മാഅകൾ. ഇതൊക്കെ മുൻനിർത്തി റബ്ബേ നിന്നോട് ചോദിക്കുന്നു. വിഷമം മാറി കിട്ടാൻ ചോദിക്കുകയാണേ. എന്താണ് ചോദ്യം? അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. വനൂറ സദ്രി, എന്റെ നെഞ്ചകത്തിനു പ്രകാശമാക്കണമേ. വജിലാഅ ഹുസ്നി, എന്റെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാക്കണമേ. വദഹാബ ഹമ്മി, എന്റെ വിഷമങ്ങളെ പോക്കിക്കളയുന്നതാക്കണമേ. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകാൻ നമ്മുടെ ഹൃദയം ഖുർആൻ കൊണ്ട് പ്രകാശിക്കണം. നമ്മുടെ കൽബ് ഖുർആനാകുന്ന വസന്തം കൊണ്ട് വിരിയണം, നിറയണം, തുളുമ്പണം. എന്നാലേ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും, നമ്മുടെ നെഞ്ചകവും പ്രയാസങ്ങൾ, വിഷമങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടത് ശുദ്ധവും കളങ്കരഹിതവുമായി തീരുകയുള്ളൂ. പ്രയാസങ്ങളില്ലാതെ, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അത് നമ്മുടെ വസന്തമാകണമെങ്കിൽ, നമ്മുടെ കൽബിന്റെ റബീ ആകണമെങ്കിൽ, എന്താണ് റബീ എന്ന് പറഞ്ഞാൽ? വസന്തകാലം എന്ന് പറഞ്ഞാൽ പൂക്കൾ പുഷ്പിക്കുകയും കായ്കനികൾ അത് വിളഞ്ഞു നിൽക്കുകയും സുഗന്ധവും പരിമളവും പരത്തപ്പെടുന്ന പച്ചപ്പും അതുപോലെ തന്നെ കിളികളുടെ കളകളാരവങ്ങളും, ഇങ്ങനെയെല്ലാം
മനുഷ്യന്റെ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയുണ്ടാക്കുന്ന പ്രകൃതിയുടെ അത്ഭുതമാണ് വസന്തകാലം. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൃദയത്തിൽ സമാധാനം മാത്രം, സ്വസ്ഥത മാത്രം, ഒരു വിഷമവും ഇല്ല, ഒരു പരാതിയുമില്ല, ഒരു ഉത്കണ്ഠയില്ല, പേടിയില്ല, ഭയപ്പാടില്ല, റാഹത്ത് മാത്രം. ഇതെങ്ങനെ കിട്ടുക? ഖൽബിനെ പടച്ച റബ്ബ് പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടും. ആ ദിക്റാണ് ഖുർആൻ. ഖുർആനിനെ പറ്റി അള്ളാഹു പറഞ്ഞ ദിക്ർ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ഖുർആൻ പാരായണം. നമ്മുടെ ഖൽബിൽ വസന്തം വിരിയണമെങ്കിൽ, നമ്മുടെ നെഞ്ചകത്തിന് പ്രകാശം ലഭിക്കണമെങ്കിൽ, പലപ്പോഴും പ്രയാസങ്ങൾ അധികരിക്കുമ്പോൾ, പ്രതിസന്ധികളിൽ കാലിടറുമ്പോൾ, തിന്മകളിൽ ആണ്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയം ഇരുട്ടുമൂടിയതുപോലെ നമുക്ക് അനുഭവപ്പെടും, കുടുസായതുപോലെ. ആ ഹൃദയം ഹറാമുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് പ്രകാശപൂരിതമായി തിളങ്ങണമെങ്കിൽ, നമ്മുടെ നെഞ്ചകത്ത് പ്രകാശം സ്ഫുരിക്കപ്പെടണമെങ്കിൽ ഖുർആൻ അവിടെ പ്രകാശമായി ഇറങ്ങണം. നൂറൻ, അള്ളാഹു ഖുർആനിനെ നൂറ് എന്ന് വിശേഷിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കേൾക്കൂ നിങ്ങൾ. അതുകൊണ്ട് നെഞ്ചകത്തിന് പ്രകാശമായി തീരണം. ഈ നെഞ്ചിലും കൽബിലും ഖുർആൻ പ്രകാശമായി വസന്തമായി വിരിഞ്ഞാൽ, നിറഞ്ഞാടിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരം മുഴുവൻ നന്നായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടായാൽ ശരീരം മുഴുവൻ കേടായി. അലാ വഹിയൽ ഖൽബ്. ഏതാണ് ആ മാംസകഷ്ണം? ഖൽബാണ്, നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് നമ്മുടെ ഖൽബ് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഖൽബ് നന്നാകണമെങ്കിൽ ഖുർആൻ അവിടെ വസന്തമാകണം, ഖുർആൻ അവിടെ പ്രകാശമാകണം. എങ്ങനെയാകും? അർത്ഥമറിയാതെ ഖുർആൻ ഓതി തീർത്താൽ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തവും പ്രകാശവുമാക്കി തീർക്കുമാറാകട്ടെ. എങ്ങനെയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? ഇത്രയും പറഞ്ഞേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഖുർആനിന്റെ പാരായണ മുറ? എങ്ങനെയാണ് ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി. നാം കിതാബ് നൽകിയിട്ടുള്ള ആളുകൾ, അത് മുൻകാലക്കാരായ തൗറാത്തിന്റെയും ഇൻജീലിന്റെയും ആളുകളാകട്ടെ, പരിശുദ്ധ ഖുർആനാകുന്ന അൽ കിതാബ് അത് നൽകപ്പെട്ടവരാകട്ടെ, ഏതായാലും അല്ലാഹു കിതാബ് നൽകിയിട്ടുള്ളവർ യത്ലൂനഹു ഹഖ്ഖ തിലാവതി, അവരതിനെ ഓതേണ്ട മുറപ്രകാരം ഓതുന്നു. യത്ലൂനഹു, അവരതിനെ പാരായണം ചെയ്യുന്നു. ഹഖ്ഖ തിലാവതി, പാരായണം ചെയ്യേണ്ട മുറപ്രകാരം. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണതിൽ ഈമാനുള്ള ആളുകൾ, അവരാണതിൽ വിശ്വസിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്യുന്നവർ, അവരാണ് ആ ഖുർആനിൽ ഈമാൻ കൈവരിക്കുന്നവർ. അവർക്കാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഖുർആൻ കൊണ്ടുണ്ടാകേണ്ടതെല്ലാം ഉണ്ടാകുക. ഖുർആൻ അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുക, ഖുർആൻ അവരുടെ കൽബിന് വസന്തമായി തീരുക, ഖുർആൻ അവർക്ക് പ്രകാശമായി തീരുക, ഖുർആൻ അവരുടെ സ്വഭാവമായി തീരുക. ഇതെല്ലാം അവർക്കാണ്. എങ്കിൽ എങ്ങനെയാണ് ഖുർആനിന്റെ പാരായണ മുറ? അത് നല്ല തജ്വീദിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഖുർആൻ പാരായണക്കാരന്റെ അടുത്ത് പോയി കൃത്യമായി മഖ്റജും സിഫാത്തുകളും എല്ലാം നന്നാക്കി, പാരായണ നിയമങ്ങൾ സ്വായത്തമാക്കി, അത് വൃത്തിയോടെ നല്ല സ്വരത്തോടെ ആളുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള രൂപത്തിൽ, ഈണത്തിൽ ഓതുക എന്നതാണോ? അതാണ് അതിന്റെ പാരായണ മുറ? ഖൽബിൽ, ഹൃദയത്തിൽ വസന്തമാകാൻ, പ്രകാശമാകാൻ അല്ല. ഖുർആനിന്റെ പാരായണ മുറ 3 കാര്യങ്ങൾ അടങ്ങുന്നതാണ്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഖിറാഅത്തുൽ ഖുർആനി വഹുസ്നു തർത്തീലിഹി വഹിഫ്ളു മാ തയസ്സറ മിൻ. ഖുർആൻ നന്നായി ഓതാൻ പഠിക്കുക, വൃത്തിയായതിന്റെ പാരായണ നിയമങ്ങൾ പാലിച്ചു ഓതാൻ പഠിക്കുക, അതിൽ നിന്ന് സാധിക്കുന്നിടത്തോളം മനഃപ്പാടമാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത്തദബ്ബുറു വഫഹ്മുൽ ഖിതാബ്. ആ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യുക, അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ലിയദ്ദബ്ബറു ആയാതി, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ഖുർആൻ
അതർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഗ്രഹിച്ച് റബ്ബ് എന്താണ് നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കി ഓതുക. ഇതാണ് പാരായണ മുറയുടെ 2ാം ഘട്ടം. 3ാം ഘട്ടം എന്താണ്? അൽ അമലു ബിഹി. ആ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുക, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ അനിഷ്ടങ്ങളിൽ, നമ്മുടെ വിരക്തിയിൽ, നമ്മുടെ മോഹങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ പ്രതീക്ഷകളിൽ, നമ്മുടെ ഭയപ്പാടുകളിൽ, നമ്മളെ ബാധിക്കുന്ന ഏതേതു മേഖലയിലും ഖുർആൻ സ്വാധീനമുണ്ടാക്കപ്പെടണം. ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇതാണ് ഖുർആനിന്റെ പാരായണ മുറ. ഇങ്ങനെ ഖുർആനിനെ ഓതുന്നവർ, പാരായണം ചെയ്യുന്നവർ, അവരാണ് അതിൽ യഥാർത്ഥത്തിൽ ഈമാനുള്ള ആളുകൾ. ഖുർആൻ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ അവർക്കാണ് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരിൽ ചിലർ ചോദിക്കുന്നു, നീ ഖുർആൻ ഓതുമ്പോൾ ചിന്തിക്കേണ്ടത് എപ്പോഴാണ് ഞാൻ ഈ ഖുർആൻ ഓതി തീർക്കുക? റമളാനിൽ നമ്മൾ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട ചില ചിന്തകളാണ്. എപ്പോഴാണ്, എത്ര ദിവസം കൊണ്ട് എനിക്കിത് ഓതി തീർക്കാൻ പറ്റും, എത്ര ദിവസം കൊണ്ട് എനിക്ക് ഖത്തം തീർക്കാൻ പറ്റും എന്നല്ല നീ ചിന്തിക്കേണ്ടത്. എപ്പോഴാണ് ഞാൻ ആദ്യമായി ഈ റമളാനിൽ 1ാമത്തെ വട്ടം എന്നാണ് ഞാൻ ഖത്തം ഓതി പൂർത്തിയാക്കുക എന്നല്ല നീ ചിന്തിക്കേണ്ടത്. മറിച്ച് വഹു യത്ലുൽ ഖുർആൻ മതാ അഖിലു അനില്ലാഹിൽ ഖിതാബ്, എന്റെ റബ്ബ് എന്നോട് സംസാരിച്ചത് എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക? മതാ അഫ്ഹമു കലാം അല്ലാഹ്, ഞാൻ എപ്പോഴാണ് എന്റെ റബ്ബിന്റെ സംസാരം ഞാൻ ഓതുന്നു, അവന്റെ കലാം ഞാൻ പാരായണം ചെയ്യുന്നു, എപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക? ഞാൻ എപ്പോഴാണത് മനസ്സിലാക്കി ഓതുക എന്നാണ് അവൻ ചിന്തിക്കേണ്ടത്. മതാ യതഅസ്സറു ഖൽബി ബിൽ ഖുർആൻ, എന്റെ ഹൃദയം ഖുർആൻ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നത് എപ്പോഴാണ്? മതാ അഅമലു ബിൽ ഖുർആൻ, ഞാൻ എപ്പോഴാണ് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുക? ഇതാണ് അവൻ ചോദിക്കേണ്ടത്. മതാ അകൂനു മിനസ് സ്വാദിഖീന അൽ മൗസൂഫീന ബിദാലിക ഫിൽ ഖുർആൻ, എപ്പോഴാണ് ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ച മുഅ്മിനീങ്ങളുടെ വിശേഷണമാകുന്ന സത്യസന്ധനായി ഞാൻ മാറുക? മതാ അകൂനു മിനൽ തവ്വാബീൻ മിനൽ മുനീബീൻ മിനൽ ദാകിരീൻ മിനൽ മുസല്ലീൻ മിനൽ ഖാനിതീൻ മിനൽ മുതസദ്ദിഖീൻ ഇലാ ആഖിരി. മതാ അകൂനു കദാലിക്, എപ്പോഴാണ് ഞാൻ തൗബ ചെയ്യുന്നവനാകുക? എപ്പോഴാണ് ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവനാകുക? എപ്പോഴാണ് ഞാൻ എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവനും ദിക്ർ ചെയ്യുന്നവനുമാകുക? എപ്പോഴാണ് നിസ്കാരം നിലനിർത്തുന്നവനായി തീരുക? എപ്പോഴാണ് അവനിലേക്ക് മടങ്ങുന്നവനും ഖേദിക്കുന്നവനും അവനിലേക്ക് കീഴൊതുങ്ങുന്നവനുമായി തീരുക? എപ്പോഴാണ് അവന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനാകുക? ഇങ്ങനെ 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 ഖുർആനിൽ നിനക്കുണ്ടാകണമെന്ന് പറയുന്ന വിശേഷണങ്ങൾ എപ്പോഴാണ് നീ അങ്ങനെയായി തീരുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ ഖുർആൻ ഓതേണ്ടത്. എപ്പോ ഓതി തീർക്കാൻ പറ്റും എന്നതല്ല നീ ആലോചിക്കേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മതാ അകൂനു കദാലിക്, എപ്പോഴാണ് നമുക്കിത് സാധ്യമാകുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. ഇങ്ങനെ നീ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, കാനൽ ഖുർആനു ലഹു ശിഫാഅൻ. ഇമാം അൽ-ആജുരി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അവന് ഖുർആൻ ശിഫാ ആയി മാറും. അവന് ഖുർആൻ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ശമനൌഷധമായി മാറും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് അശ്ശിഫാഉ താം, അവന്റെ ശാരീരികവും മാനസികവുമായ സകല രോഗങ്ങൾക്കും ഖുർആനിൽ അവന് ശമനം കണ്ടെത്താൻ സാധിക്കും. മനുഷ്യന്മാരുണ്ടാക്കിയ സൈഡ് എഫക്റ്റും പാർശ്വഫലങ്ങളുമുള്ള മനുഷ്യൻ പടച്ചുണ്ടാക്കിയ മരുന്നും മെഡിസിനും പോലെയല്ല ഇത്. പടച്ചവന്റെ മെഡിസിനാണിത്. പടച്ചവൻ ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന സകല രോഗങ്ങൾക്കും ഒറ്റമൂലിയായി നിശ്ചയിച്ചതാണ് പരിശുദ്ധ ഖുർആനിന്റെ ശിഫ. ആർക്കാണ് സാധിക്കുക? ഇങ്ങനെ ഖുർആൻ ഓതി തീർക്കുന്നവർക്ക്. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല സഹോദരങ്ങളെ? ഒരു ചെറിയ തലവേദന വരുമ്പോഴത്തേക്ക്, ഒരു പനി വരുമ്പോഴത്തേക്ക്, നമ്മുടെ മക്കൾക്ക് ഒരു ജലദോഷം തുമ്മൽ വരുമ്പോഴത്തേക്ക് ഖുർആൻ ഓതി അവരെ മന്ത്രിക്കാൻ, ഖുർആന് ശിഫാ തേടാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല കൂട്ടരെ? ഖുർആനിനെ ഇങ്ങനെ നമ്മൾ ഓതാറുണ്ടോ? ഖുർആൻ നമ്മൾ ഓതി തീർക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്രകാരമാണോ? എന്തുകൊണ്ടാണ് നമുക്കതിൽ ഉറപ്പില്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്കതിൽ ഈമാൻ ഇല്ലാത്തത്? ഉലൈക യുമിനൂന ബിഹി, ഖുർആനിൽ ഈമാനുള്ളവർ അങ്ങനെയുള്ളവരാണ്. യത്ലൂനഹു ഹഖ തിലാവതി, അത് ഓതേണ്ട പോലെ ഓതുന്നവർ. ഓതേണ്ടവർ ഇങ്ങനെയാണ് ഓതുക. എങ്ങനെ നമുക്ക് സാധിക്കും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് അങ്ങനെ ഖുർആനിനെ ഓതിയാൽ ഫസ്തഗ്നാ ബിലാ മാൽ, നീ ദരിദ്രനാണ്, നീ അശരണനാണ്, നീ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവനാണ്, അന്നന്നത്തേക്കുള്ള വക അന്നന്ന് കണ്ടെത്തുന്നവനാണ്.
മാസം തികയുമ്പോൾ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആസ്തിയില്ല, മിച്ചമില്ല. അന്നത്തെ അന്നത്തിനുള്ള വക മാത്രം കരുതുന്ന ദരിദ്രനാണ്, സമ്പന്നനല്ല. ഫസ്തഗ്നാ ബിൽ അമാൽ. ഖുർആൻ ഇങ്ങനെ നീ പാരായണം ചെയ്ത് നീ സമ്പത്തില്ലാതെ സമ്പന്നനാകും. വഅസ്സ ബിൽ അശീറ. നീ കുടുംബമില്ല, സഹധർമ്മിണിയില്ല, ഭാര്യയില്ല, പത്നിയില്ല, മക്കളില്ല, ആരുമില്ലെങ്കിലും നീ പ്രതാപിയായി മാറും. വഅനിസ മിമ്മാ യസ്തൗഹിഷു മിൻഹു ഗൈറുഹു. നീ ഏകാന്തനായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായി സഹവസിച്ച് നിനക്ക് സഹവാസം ഉണ്ടാക്കാൻ സാധിക്കും. നിനക്ക് ഏകാന്തത അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ഖുർആൻ തുറന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? മതാ അത്തഇദു ബിമാ അത്ലു. യോതുന്നത് കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഉത്ബുദ്ധനാകുന്നത്? വലം യകുൻ മുറാദുഹു മതാ അഖ്തിമു സൂറ. എപ്പോൾ ഞാനത് ഓതി തീർക്കും എന്ന ചിന്ത നമുക്ക് പാടുകയില്ല. ഇങ്ങനെ ഖുർആൻ ഓതാൻ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ലിഅന്ന തിലാവത്തുൽ ഖുർആൻ ഇബാദ. ഖുർആൻ പാരായണം എന്നത് ഇബാദത്താണ്. ആ ഇബാദത്ത് ലാ തകൂനു ബിഗഫ്ല. അത് അശ്രദ്ധമായ ഹൃദയത്തോട് ഖുർആൻ പാരായണം എന്നുള്ളത് ഇബാദത്താണ്. നമ്മൾ നിസ്കാരം ഇബാദത്തല്ലേ? നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ വെറുതെ തലകുത്തി പറഞ്ഞാൽ നിസ്കാരം അല്ലാഹു സ്വീകരിക്കോ? ഖുർആൻ ഇങ്ങനെ ഒച്ചയിട്ട് ഓതുന്നുണ്ട്, നമ്മുടെ നാവിലൂടെ സ്വരം പുറത്തു വരുന്നുണ്ട്, ഖുർആനിന്റെ അൽഫാദുകൾ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഖൽബ് അവിടെ ഇല്ല. ഖൽബിൽ നമ്മൾ അതിന്റെ അർത്ഥം ചിന്തിക്കുന്നില്ല. ഗഫലത്തിലാണ് നമ്മൾ ഓതുന്നത്. അത് ഇബാദത്തായി മാറുകയില്ല. ശരിയായ ഇബാദത്തായി, അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്തായി മാറുകയില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ അർത്ഥമറിയാതെ ഓതുന്നതിന് കൂലിയില്ല, അതങ്ങനെ ഓതൽ എന്നത് ശരിയായ ഏർപ്പാടല്ല എന്നല്ല. പക്ഷേ ഈ പറഞ്ഞ ഖുർആൻ കൊണ്ട് കിട്ടേണ്ടുന്ന നേട്ടങ്ങളെല്ലാം ഈ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അർത്ഥമറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യണം. ഇത് അർത്ഥമില്ലാത്ത കേവലം വാചക പ്രക്രിയയല്ല. മനസ്സിലായല്ലോ? അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നീ ഖുർആനിലെ ഒരായത്ത് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി പാരായണം ചെയ്യലാണ് ഖുർആൻ മുഴുവൻ അർത്ഥമറിയാതെ നീ ഓതി തീർക്കുന്നതിനേക്കാൾ ഖൈർ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഖുർആനിൽ ഒരൊറ്റ ആയത്ത് നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്ന ആയത്താണല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് അർത്ഥം? അല്ലാഹു, നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആയത്ത് ഒരു രാത്രി മുഴുവൻ, അതല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഓതി 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 ഓതിന്റെ അർത്ഥം ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ ദിവസങ്ങളെടുത്ത് നിങ്ങൾ ഖുർആൻ മുഴുവൻ അർത്ഥമറിയാതെ ഓതി തീർക്കും. ഏതാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക? ഏതാണ് നമ്മുടെ ഖൽബിൽ പിടിച്ചു കുളിക്കുക? നേരത്തെ എത്ര ആയത്തുകൾ നിങ്ങൾ കേട്ടു? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിന്റെ ആശയം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തിന് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഖുർആൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട്. വതൽഹഖൂൻ വലാ തബ്കൂൻ. നിങ്ങൾ ചിരിക്കുന്നു, കരയുന്നില്ല അല്ലേ? ഈ ആയത്തുകൾ ആവർത്തിച്ച് അർത്ഥമറിഞ്ഞ് ഓതുന്നതാണോ? ഒരർത്ഥം അറിയാതെ ഖുർആൻ ഓതി തീർക്കുന്നതാണോ ഏറ്റവും ഖൈർ? പണ്ഡിതന്മാർ പറയുന്നു, അർത്ഥമറിഞ്ഞ് നീ ഒരൊറ്റ ആയത്ത് ഉരുവിടുന്നതാണ്. ഫഅൻഫഉ ലിൽ ഖൽബി വഅദ്ആ ഇലാ ഹുസൂലിൽ ഈമാനി വദൗഖി ഹലാവത്തിൽ ഖുർആൻ. നിന്റെ ഹൃദയത്തിന് ഉപകാരപ്രദം, നിനക്ക് ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും കാരണം, നിനക്ക് ഖുർആനിന്റെ മധുരം ആസ്വദിക്കാനുള്ള ഏറ്റവും മഹത്തായ ഉപാധി ഖുർആൻ ഒരായത്താണെങ്കിലും നീ അർത്ഥമറിഞ്ഞ് ഓതുകയാണ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ അവിടുന്ന് ഒരൊറ്റ ആയത്ത് ഓതി 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 ഓതി. ഖുർആൻ ഹിഫ്ളില്ലാഞ്ഞിട്ടാണോ? അവിടുന്ന് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ അറിയാഞ്ഞിട്ടാണോ? അതിന്റെ അർത്ഥമറിഞ്ഞ് ചിന്തിച്ച് 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 അതിന്റെ ആശയ പ്രബന്ധത്തിലൂടെ സഞ്ചരിച്ചാണ് അവിടുന്ന് ഓതിയത്. ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിലെ ആയത്ത്. ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, പാപികളെ, ദോഷികളെ, അധർമ്മകാരികളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ, റബ്ബേ നിന്റെ അടിമയാണവർ, നിനക്ക് ശിക്ഷിക്കാനുള്ള അർഹതയുണ്ട്. നീ പടച്ച നിന്റെ പടപ്പുകളാണ്, നീയാണ് അവരുടെ യജമാനൻ, നീയാണ് അവരുടെ ഉടമസ്ഥൻ. നിന്റെ അടിമകളെ നീ ശിക്ഷിക്കുന്നു.
വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പാപികളെ ദോഷികളെ നീ ശിക്ഷിക്കാതെ വെറുതെ വിടുകയാണ്, നീ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് മായ്ച്ചു കളയുകയാണ്. എന്നാലും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപവാനാണ്, നിന്റെ യുക്തിയാണത്. നീ അവരെ വെറുതെ വിട്ടത് നിന്റെ പ്രതാപത്തിന് ഒട്ടും കുറവ് വരുത്തുന്നില്ല, നിന്റെ യുക്തി കൊണ്ട് നീ നടപ്പിലാക്കി. ആര് ചോദ്യം ചെയ്യാൻ? ഈ ആയത്ത് ചിന്തിച്ച് ചിന്തിച്ച് അവിടുന്ന് ഓതി ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഇതറിയാത്ത ഏത് ചെറിയ കുട്ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഈ സൂറത്ത് നിരന്തരം ഓതിയ ഒരു മനുഷ്യനെ കുറിച്ച് ആളുകൾ എപ്പോ നിസ്കാരത്തിൽ തന്നെ ഓതുള്ളൂ. പരാതി പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു, എനിക്കത് ഇഷ്ടം കൊണ്ടാണ് ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം, അത് ഖുർആനിന്റെ 1/3 പകരമാകുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ നമുക്കറിയുള്ളൂ. അർത്ഥമറിഞ്ഞ് നിങ്ങൾ ഒരു രാത്രി മുഴുവൻ അത് നിന്ന് ഓതി നോക്കൂ. തഹജ്ജുദിൽ ഇന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ, അടുത്ത രാത്രി നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ഏത് കുട്ടിയാണ് ഇവിടെ ഉള്ളത്? അതിന്റെ അർത്ഥമറിഞ്ഞ് നിങ്ങൾ ആവർത്തിച്ച് അത് ഓതി നോക്കൂ. അതിന്റെ സ്വാധീനം ഇന്നേ വരെ അർത്ഥമറിയാതെ ഖുർആൻ മുഴുവൻ ഓതി തീർത്തിയാലും ലഭിക്കാത്ത അനുഭൂതി നമ്മുടെ ഖൽബിൽ അതുകൊണ്ട് നിറയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന് ശമനമാകണമെങ്കിൽ, പ്രകാശമാകണമെങ്കിൽ, വസന്തമാകണമെങ്കിൽ ഖുർആൻ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഖൽബിനെ ചികിത്സിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ ഖൽബിനെ ചികിത്സിക്കണം. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ കാലത്ത് പറയാണ്, ഉൻസിലൽ ഖുർആൻ ലിയുഅ്മല ബി. ഖുർആൻ ഇറക്കിയത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് അമൽ ചെയ്യാനാണ്. ഓതി തീർത്ത് ബർക്കത്തെടുക്കാൻ വേണ്ടിയല്ല, അട്ടത്ത് കയറ്റിവെക്കാനല്ല. റമദാനിന് മാത്രം പുറത്തെടുക്കുന്നു, അല്ലാത്തപ്പോ ചിലപ്പോ യാസീൻ ഓതും ദിവസവും, അതല്ലെങ്കിൽ നാഴികക്ക് 40 വട്ടം ആളുകൾ കൂടുന്നിടത്തെല്ലാം അൽ ഫാത്തിഹ വിളിക്കണം. അതിനപ്പുറത്ത് ഖുർആനുമായി എന്തു ബന്ധം? ഞാൻ ഖുർആൻ പഠിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട് എപ്പോഴും, സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. റമദാനാണ് വരുന്നത്, നമ്മൾ വീട്ടിലുള്ള ഖുർആനൊക്കെ പൊടി തട്ടിയെടുക്കുന്ന സമയമാണ്. എവിടെയാണ് നമ്മൾ ഖുർആൻ സ്ഥാപിച്ചിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഖുർആൻ വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? അവിടെ തുടങ്ങും ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം. നമ്മുടെ വീട് ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കി, അതല്ലെങ്കിൽ കോടികൾ മുടക്കി നമ്മൾ പണിത വീടായിരിക്കും. വീട്ടിലെ ഉപകരണങ്ങൾ, വീട്ടുപാധികൾ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതായിരിക്കും. നമ്മുടെ മുന്തിയ വാഹനമുണ്ട്, ശീതീകരിച്ച അറകളുണ്ട് വീടിനകത്ത്. എല്ലാറ്റിനേക്കാൾ വേണ്ടപ്പെട്ട മക്കളും സഹധർമ്മിണിയുമുണ്ട് നമ്മുടെ കൂടെ. ഖുർആൻ ഏതെങ്കിലും മൂലയിൽ, ഏതെങ്കിലും ഷെൽഫിന്റെ കോർണറിൽ, അലമാരയുടെ മേൽപ്പുറത്ത് പൊടി പിടിച്ച് മാറാല തൂങ്ങി ഒരു വിലയുമില്ലാതെ, ഒരു വിലയും കൽപ്പിക്കാതെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. പൊടി തട്ടിയെടുക്കുന്ന സമയമാണ് മുസ്ലിം ഉമ്മത്ത്. അല്ലാഹു മുസ്തആൻ. ഞാൻ ചോദിക്കട്ടെ, ഖുർആനിലെ ഒരു സൂറത്തല്ല, ഒരായത്തല്ല, ഖുർആനിൽ ഒരൊറ്റ ഹർഫ്, ഒരൊറ്റ കലിമ, അല്ലാ എന്ന ഖുർആനിൽ ഒരൊറ്റ വാക്ക് നീ ഒരു തട്ടിൽ വെക്കൂ, തുലാസിന്റെ ഒരു തട്ടിൽ വെക്കൂ. നീ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടിയ നിന്റെ മുതലുകളെല്ലാം നീ മറുതട്ടിൽ വെക്കൂ. ഖുർആനിൽ അല്ലാ എന്ന് പറഞ്ഞ ഒരൊറ്റ ഇസ്മുൽ ജലാല നീ ഒരു തട്ടിൽ വെച്ചാൽ എന്തിനാണ് കനം തൂങ്ങുക? അല്ലാ എന്നൊരൊറ്റ ഇസ്മിന് ഖുർആനുടനീളം അല്ലാഹുവിന്റെ അസ്മാകളാണ്, അവന്റെ സിഫാത്തുകൾ, അവന്റെ കലാമാണ്. ഖുർആനിനെ നമ്മൾ സംരക്ഷിക്കുന്നത് ഏത് രൂപത്തിലാണ്? ഖുർആനെ നമ്മൾ സൂക്ഷിക്കുന്നത് ഏത് രൂപത്തിലാണ്? ഖുർആനിനോട് നമ്മൾ കൽപ്പിക്കുന്ന വില എത്രയാണ്? അതിനപ്പുറത്ത് ഖുർആൻ ഓതുകയും, നോക്കൂ നിങ്ങൾ, നമ്മൾ മദ്രസയിൽ പഠിച്ച കാലം മുതലേ നമുക്കറിയാവുന്ന അമ്മജുസിലെ ചെറിയ സൂറത്തുകൾ ഉണ്ടാവും. അതിനപ്പുറത്ത് എത്ര റമളാനുകൾ പിന്നിട്ടു, എത്ര സൂറത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി, എത്ര ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, എന്തൊക്കെ കറയും കുപ്പത്തൊട്ടിയുമാണ് നമ്മുടെ കൽബ് പേറുന്നത്. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് നമ്മുടെ കൽബിനകത്ത് പേറാൻ സാധിച്ചത് നാമമാത്രമായ ചില സൂറത്തുകളും ആയത്തുകളും മാത്രമാണ്. എങ്ങനെ ഖുർആൻ കൊണ്ട് നമുക്ക് ശിഫാവും ശമനവും അതുപോലെ തന്നെ പ്രകാശവും വസന്തവുമായി തീരുക? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഉൻസിലൽ ഖുർആന ലിയുഅ്മല ബി. ഖുർആൻ അള്ളാഹു ഇറക്കിയത് അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയാണ്. ഫത്തഖദൻ നാസ് ഖിറാഅതഹു അമല.
ഔ ഫത്തഖദു തിലാവതഹു അമല, ആളുകൾ അതിനെ ഓതി തീർക്കുക എന്നത് അമലാക്കി. ഖുർആൻ അള്ളാഹു ഇറക്കിയത് എന്തിനാണ്? അതിന്റെ ആശയവും അർത്ഥവും പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനാണ്. പക്ഷെ ആളുകൾ ഖുർആൻ കൊണ്ടുള്ള അമൽ എന്താക്കി മാറ്റി? ഓതി തീർക്കുക. അർത്ഥമൊന്നും മനസ്സിലാക്കണ്ട, അതനുസരിച്ച് ജീവിക്കും വേണ്ട. ഖുർആനിന്റെ ഓത്ത് അമലാക്കി മാറ്റിയ ആളുകൾ. അള്ളാഹു ഇറക്കിയത് അതിനല്ല, അത് പഠിച്ചു മനസ്സിലാക്കി നിന്റെ ജീവിതത്തിൽ പ്രവർത്തനമായി കൊണ്ടു നടക്കാനാണ്. താബിഈങ്ങളുടെ കാലത്താണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഇത് പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്നെന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താബിഈങ്ങളിൽപ്പെട്ട ചിലർ പറയാറുണ്ട്, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അന്നത്തെ കാലത്ത് ചില ഖാരിഈങ്ങൾ, അവർക്ക് ഓത്ത് മാത്രമല്ല, ഖുർആനിന്റെ അഹ്കാമുകളോ ഖുർആനിന്റെ മാനകളോ അതിന്റെ തഫ്സീർ ഒന്നും പഠിക്കാത്ത കേവലം ഖുറാകൾ, ഇന്ന് റമദാനിൽ വർഷാവർഷം നമ്മുടെ നാട്ടിലും കാണാം, ഓത്തുകൂലിക്കാർ പറയുന്ന ശമ്പളം കൊടുത്ത് വില പറഞ്ഞുറപ്പിച്ച് ഒരു ലഫ്ലിന്റെ അർത്ഥം അറിയാതെ, നോർത്ത് എല്ലാവരും എങ്ങനെയെന്നല്ല, നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. അവരെങ്ങനെ ഓതും? അവരെ അർത്ഥമറിയാത്ത ഈണത്തിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മളും പിന്നിൽ അങ്ങ് തുടരും. ഇങ്ങനത്തെ ചില ആളുകളെ പറ്റി അന്ന് പറഞ്ഞു ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹി പോലെയുള്ള, ലഖദ് ഖറഅതുൽ ഖുർആന കുല്ലഹു ഫമാ അസ്ഖത്തു മിൻഹു ഹർഫ. അല്ലേ? അവരെന്നിട്ട് നമ്മൾ വലിയ അഭിമാനത്തിൽ പറയും, റമദാനിൽ മുഴുവൻ ഖത്തം ഓതി തീർത്തു, തറാവീഹിൽ മുഴുവൻ എല്ലാ ദിവസവും ഓരോ ജുസു ഓതി, അതല്ലെങ്കിൽ അവസാനത്തെ പത്തിൽ മുഴുവൻ ഖത്തം ഓതി തീർത്തു ഖിയാമുൽ ലൈലിൽ. അങ്ങനെ ചില ആളുകൾ ഖുർആൻ മുഴുവൻ ഞാൻ ഓതി തീർത്തു, ഒരു ഹർഫ് പോലും ഞാൻ ഒഴിവാക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് നല്ല ഹിഫ്ലോടുകൂടി നല്ല തിലാവത്തോടുകൂടി അതിന്റെ മഖ്റജൊക്കെ ഒപ്പിച്ച് വൃത്തിയായി ഓതി. ഞാൻ അവരോട് പറയും, അസ്കതഹു കുല്ലഹു, ഒരു ഹർഫും പാഴാക്കാതെ ഓതി എന്ന് പറഞ്ഞവരോട് ഞാൻ പറയും, ഒന്നും നീ ഒഴിവാക്കാതെ പാഴാക്കി, നീ മുഴുവൻ ഖുർആൻ മുഴുവൻ പാഴാക്കി. മാ യുറാ ലഹുൽ ഖുർആൻ ഫീ ഖുലുഖിൻ വലാ അമലിൻ ഹത്താ ഇന്ന അഹദഹും ലയഖൂൽ. നിന്റെ ജീവിതത്തിൽ ഖുർആനിന്റെ സ്വഭാവമോ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനമോ ഇല്ല, എന്നിട്ട് നീ പറയുന്നു ഖുർആൻ മുഴുവൻ നീ ഓതി തീർത്തു എന്ന്. നിന്നോട് ഞാൻ പറയും, ഖുർആൻ മുഴുവൻ നീ പാഴാക്കി കളഞ്ഞു എന്നാണ്. ഇന്നി ലഅഖറഉ സൂറത ഫീ നഫസിൻ. ചില ആളുകൾ പറയും, ഒറ്റ ശ്വാസത്തിൽ ഒരു സൂറത്ത് ഞാൻ ഓതി. ഭയങ്കര ഡെപ്ത് കൺട്രോളാണ്, നല്ല പിന്നെ ബ്രീത്ത് നല്ല ഡെപ്ത് ഉള്ള ആളാണ്, നല്ല ശ്വാസം, അതിന് കപ്പാസിറ്റി ഉണ്ട്, നല്ല ശ്വാസം പിടിച്ച് ഓതുന്ന കാര്യമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒറ്റ ശ്വാസത്തിൽ ഒരു സൂറത്ത് ഞാൻ ഓതി. വല്ലാഹി മാ ഹഉലാഇ ബിൽ ഖുറാഇ വലൽ ഉലമാഇ വൽ ഹുകമാഇ വലൽ വറഅ. അദ്ദേഹം പറയണേ, ഇങ്ങനെ ഖുർആൻ ഒറ്റ ശ്വാസത്തിൽ അതിന്റെ ഈണവും പാരായണ നിയമങ്ങളും മാത്രം ശ്രദ്ധിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിക്കാതെ അനുസരിച്ച് ജീവിക്കാതെ ഓതി തീർക്കുന്ന ആളുകൾ, അവർ ഓത്തുകാരുമല്ല, അവർ ഉലമാക്കളുമല്ല, അവർ ഹുകമാക്കളുമല്ല, അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരല്ല. മതാ കാനത്തിൽ ഖുറാഉ മിസ്ല ഹാദാ, ഇങ്ങനെയുള്ള ഖുറാക്കൾ, ഓത്തുകാർ, പാരായണക്കാർ എപ്പോഴാണോ അധികരിക്കുന്നത്, ലാ കസ്സറല്ലാഹു ഫിന്നാസി മിസ്ല ഹഉലാ, ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ അള്ളാഹു വർദ്ധിപ്പിക്കാതിരിക്കട്ടെ. വല്ലാഹുൽ മുസ്തആൻ. എന്നാണ് ഇത് പറയുന്നത് സഹോദരങ്ങളെ? സലഫുകളുടെ കാലത്താണിത്, ഖൈറുൽ ഖുറൂനിന്റെ കാലത്താണിത്. നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരായി നമ്മൾ ഓതണം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഖുർആൻ കൊണ്ട് നമ്മൾ അമൽ ചെയ്യുക എന്നുള്ളത് ഖുർആന്റെ പാരായണമാണ്. യത്ലൂനഹു ഹഖ്ഖ തിലാവത്തി എന്ന് പറഞ്ഞല്ലേ, വൽ അമലു ബിൽ ഖുർആൻ യുസമ്മ തിലാവത്തൻ. പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ അനുസരിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ നന്മകൾ, വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊരു തരത്തിൽ ഖുർആനിന്റെ പാരായണമാണ്. ഇദാ സ്വല്ലൈത ഫസലാതുക തിലാവത്തുൽ ലിൽ ഖുർആൻ. നീ നിസ്കരിക്കാൻ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിന്റെ നിസ്കാരം ഖുർആൻ പാരായണമാണ്. വഇദാ സുംത ഫസിയാമുക തിലാവത്തുൽ ലിൽ ഖുർആൻ. നീ നോമ്പെടുക്കുകയാണ്, നിന്റെ നോമ്പ് ഖുർആനിനുള്ള പാരായണമാണ്. കാരണം ഖുർആൻ അമൽ ചെയ്തിട്ടാണ് നീ ഓതേണ്ടത്. മനസ്സിലായോ? ഹക്കദാ സായിറുൽ ഇബാദത്ത്. ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ്. നീ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അത് നിന്റെ ഖുർആനിന്റെ പാരായണമാണ്. തലാഹ എന്നുള്ളതിന് വൽ ഖമരി ഇദാ തലാഹ എന്ന ആയത്തുണ്ടല്ലോ സൂറത്ത് ശംസ്. തലാഹ എന്ന് പറഞ്ഞാൽ തബിഅഹ എന്നർത്ഥമുണ്ട്. സൂറത്ത് ശംസിൽ വശംസി വളുഹാഹ, സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ അതിനെ തുടർന്ന് വരികയും ചെയ്യുന്നു, ആ ചന്ദ്രൻ തന്നെയാണ് സത്യം. അവിടെ തലായത്തിലു എന്ന് പറഞ്ഞ അർത്ഥം തബിഅഹ എന്നാണ്, പിന്തുടരുക. അപ്പൊ തലായത്തിലു, തിലാവത്ത് എന്ന് പറഞ്ഞ പാരായണം എന്നർത്ഥമുണ്ട്. അതിന് മറ്റൊരർത്ഥം എന്താണ്? തബിഅ,
പിന്തുടരുക. അപ്പൊ ഖുർആന്റെ പാരായണം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുക എന്ന് ഭാഷാപരമായും അതിന് വിശദീകരണമുണ്ട്. വല്ലാഹു അലം. ഫഅൻത തഖറഉൽ ഖുർആൻ, അപ്പൊ നീ ഖുർആൻ ഓതുകയാണ്. വതമുറു ബിക അവാമിർ, ഖുർആനിൽ അള്ളാഹിന്റെ കൽപ്പനകൾ നീ കാണുന്നു, അള്ളാഹുവിന്റെ വിലക്കുകൾ കാണുന്നു, അവന്റെ ഉത്ബോധനങ്ങൾ കാണുന്നു, അവന്റെ ഉപദേശങ്ങൾ കാണുന്നു. നീ അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഫമാ ഹല്ലുക വമാ നസീബുക, അള്ളാഹു ഈ പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിലുണ്ടോ? ചിന്തിക്കണം. ഇല്ലെങ്കിൽ തിരുത്തണം. അള്ളാഹു വിലക്കിയ കാര്യം എന്റെ ജീവിതത്തിലുണ്ടോ? ചിന്തിക്കണം. അതിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം എങ്ങനെയാണ് ഖുർആൻ ഓതിയിരുന്നതെന്ന്. സഹാബികളാണല്ലോ ഈ ഖുർആനിനെ ആദ്യം കേട്ടത്, അവരാണല്ലോ ഈ ഖുർആനിനെ ആദ്യമായി തത്ബീഖ് ചെയ്തത്, ജീവിതത്തിൽ കൊണ്ടുവന്നത്. അവരെങ്ങനെ ഖുർആൻ ഓതിയത്? അദ്ദേഹം പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന അല്ലാഹുവിന്റെ വിളിയാളം ഞാൻ കേട്ടാൽ, അദ്ദേഹം പറയാണ്, നീ അങ്ങനെ കേട്ടാൽ ഫഅർഇഹാ സമഅക്, നിന്റെ കേൾവി ആ വിളിക്ക് പതിപ്പിച്ചു നൽകുക. നിന്റെ കേൾവിയിൽ ആ വിളി അല്ലാഹുവിനെ, യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ അല്ലാഹു വിളിക്കുന്നു, നിന്റെ കേൾവി അവിടെ സാഗൂതം പതിപ്പിക്കുക. കാരണം അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഫഇന്നഹു ഇമ്മാ ഖൈറുൻ യഅ്മുറു ബിഹി ഔ ശർറുൻ യൻഹാ അൻ, ഒന്നെങ്കിൽ ഒരു നന്മ കൽപ്പിക്കാനായിരിക്കും അള്ളാന്റെ വിളി, അതല്ലെങ്കിൽ ഒരു തിന്മ വിലക്കാനായിരിക്കും. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ഖുർആനിൽ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ നീ ശ്രദ്ധിക്കുക. ആ വിളിയിൽ ഒന്നെങ്കിൽ നിനക്ക് ചെയ്യാനുള്ള ഒരു അമലുണ്ടാവും, ഒരു കൽപ്പന ഉണ്ടാകും, അതല്ലെങ്കിൽ നീ ചെയ്യാൻ പാടില്ലാത്തൊരു വിലക്കുണ്ടാവും. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ, നമ്മളങ്ങനെ ചിന്തിക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ എത്ര നമ്മൾ കേൾക്കുന്നു? അവിടെ നിർത്തൂ, അതിന്റെ അർത്ഥം നോക്കൂ, അതിന്റെ തഫ്സീർ സാധിക്കുമെങ്കിൽ നമ്മൾ മനസ്സിലാക്കൂ, എന്നിട്ട് അതനുസരിച്ച് അത് ഖുർആനിന്റെ യഥാർത്ഥ പാരായണമാണ്. ഇങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. അതുപോലെ തന്നെ നീ ഖുർആൻ ഓതുന്നു, നിന്റെ കേൾവി ഖുർആനിൽ പതിപ്പിക്കുന്നില്ല, അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു, നീ ആ കൽപ്പന ചെയ്യുന്നില്ല. നീ അള്ളാഹു നിന്നെ വിളിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളിയാളത്തിൽ നീ ഉൾപ്പെടുന്നു, നീ മുഅ്മിനാണ്. പക്ഷെ നീ ഓതി തീർക്കുന്നു, നിന്നല്ല വേറെ ആരെയോ വിളിച്ചതുപോലെ. അള്ളാഹു നിന്നെ വിളിക്കുന്നു, നീ അത് ഓതുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ എന്ന വിളി നീ കേൾക്കുന്നു, ഓതുന്നു. പക്ഷെ നീ അതിനെതിരെ പ്രവർത്തിക്കുന്നു. നിന്നെ റബ്ബ് വിളിച്ചിട്ടും നീ വിളി കേൾക്കാത്തവനെ പോലെ തിരിഞ്ഞോടുന്നു. ഫമതാ തസ്തഫീദു മിനൽ ഖുർആൻ, ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഖുർആൻ അത് ഉപകാരം ലഭിക്കുന്നതായി തീരുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ പാരായണ മുറ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഖുർആൻ നന്നായി ഓതാൻ പഠിക്കുക, അതിന്റെ പാരായണ നിയമങ്ങൾ അനുസരിച്ച് അത് വൃത്തിയായി പാരായണം ചെയ്യുക, അതിൽ നിന്ന് പരമാവധി നമ്മൾ മനഃപ്പാഠമാക്കുക, അതിന്റെ ആശയവും അർത്ഥവും ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുക, അതനുസരിച്ച് അമൽ ചെയ്യുക. നിർത്തിയാലോ? എത്ര നേരമുണ്ട് ബാങ്കിന്? 6:30. ഒരു 5 മിനിറ്റ് കൂടി സംസാരിക്കാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും ഇനി പ്രായം കുറയായി, നര വന്നു, ഒരു നോമിനി നരക്കാൻ ബാക്കിയില്ല, ഇനി എങ്ങനെ പോയി പഠിക്കാനും അർത്ഥം മനസ്സിലാക്കാനും സാധിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. വൈകിയിട്ടില്ല. ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മോട് പറഞ്ഞാണ്. ഖുർആൻ അത് പഠിക്കാൻ, അതിന്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ, അത് ഹിഫ്ലാക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ, അതനുസരിച്ച് അമൽ ചെയ്യാൻ എല്ലാം എളുപ്പമാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ, അള്ളാഹുവിൻ ഖുർആനിനെ നിങ്ങൾക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആനിനെ നിങ്ങൾക്ക് ദിക്റായി, നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഉത്ബോധനമായി, സാരാംശമായി, ഓർമ്മയായി, സ്മരണയായി, ദിക്റായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, അതിനൊട്ട് ആലോചിക്കുന്നവർ, ചിന്തിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ നമുക്ക് ഓർത്തു വെക്കാനും നമുക്കതുകൊണ്ട് ഉത്ബോധനം ലഭിക്കാനും അത് മനഃപ്പാഠമാക്കാനും അതിന്റെ ആശയം ഗ്രഹിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാം എളുപ്പമാണ്. അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. അൽ-ഇമാം ഖത്താദ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ നിങ്ങൾക്ക് രോഗവും മരുന്നും അറിയിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ നിങ്ങളുടെ രോഗം എന്താണെന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്, അതിന്റെ മരുന്നും അറിയിച്ചിട്ടുണ്ട്. അമ്മാ ദാഉകും ഫദുനൂബുക്കും, ഖുർആൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ രോഗം ദുനൂബുക്കും, നിങ്ങളുടെ തിന്മകളാണ്, നിങ്ങളുടെ പാപങ്ങളാണ്. വഅമ്മാ ദവാഉകും ഫൽ ഇസ്തിഗ്ഫാർ, അതിനുള്ള മരുന്ന് ഇസ്തിഗ്ഫാറാണ്. അദ്ദേഹം പറയാണ്, നോക്കൂ നിങ്ങൾ,
വശിഫാഉൻ ലിമാ ഫി സുദൂർ എന്ന് അല്ലാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് തിന്മകളാണ് നമ്മുടെ രോഗങ്ങൾക്ക് കാരണം, ഇസ്തിഗ്ഫാറാണ് അതിനുള്ള ശമനൌഷധം. പരിശുദ്ധ റമളാൻ അതിനുള്ള മഹത്തായ അവസരമാണ്. ഖുർആൻ കൊണ്ട് നമ്മുടെ കൽബിനെ ചികിത്സിക്കാൻ, ഖുർആൻ നമ്മുടെ കൽബിൽ ശമനമാക്കാൻ മഹാനായ ജുബൈർ ബിൻ മുത്അയിം റളിയല്ലാഹു അൻഹു അദ്ദേഹം എങ്ങനെ മുസ്ലിമായത്? ഒരൊറ്റ ആയത്ത് കേട്ടിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരൊറ്റ ആയത്ത് നമ്മൾ അർത്ഥമറിഞ്ഞ് ഓതി തീർത്താൽ അതുകൊണ്ടുള്ള സ്വാധീനം ചില്ലറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദിൽ മഗ്രിബ് നിസ്കാരത്തിൽ സൂറത്ത് തൂർ ഓതുകയാണ്. ജുബൈർ ഇബ്നു മുത്അയിം റളിയല്ലാഹു അൻഹു കാഫിറായിരുന്നു. നബി ഓതി സൂറത്ത് തൂറിലെ ഈ ഭാഗം, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവരൊന്നിൽ നിന്നുമല്ലാതെ സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർദ ലാ യുഖിനൂൻ, അവരാണ് ആകാശഭൂമികളെ പടച്ചത്? അല്ല, അവരുറച്ചു വിശ്വസിക്കുന്നില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ, അവരെടുക്കലാണോ റബ്ബിന്റെ ഖജനാവുകൾ ഉള്ളത്? അവരാണോ അതിനെ നിയന്ത്രിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖാദ ഖൽബി അയതീർ, ഇത് കേട്ടപ്പോ എന്റെ കൽബ് പാറിപ്പോകാനായി. അവ്വലു മാ വഖറ ഫീ ഖൽബി അൽ ഈമാൻ, എന്റെ ഹൃദയത്തിൽ ഈമാനിനെ രേഖപ്പെടുത്തി ആദ്യ വാക്കിയതായിരുന്നു ഈ ഒരൊറ്റ ആയത്ത്. നോക്കൂ നിങ്ങൾ, എത്ര തവണ നമ്മൾ ഈ ആയത്ത് ഓതിയിട്ടുണ്ട്. നമ്മുടെ കൽബിനെ പിടിച്ചു കുലുക്കിയോ? പണ്ഡിതന്മാർ പറയുന്നു, നിനക്ക് പേടിയുണ്ട്, നിന്നെ എങ്ങനെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ വിശദമായി പറയുന്നുണ്ട്. നമ്മുടെ സമയം അതിന് പരിമിതമാണ് വിശദീകരിക്കാൻ. നിനക്ക് പേടിയുണ്ട്. കുട്ടികൾ പറയില്ല രാത്രി പേടിയാണ്, രാത്രി പുറത്തിറങ്ങി, ഇരുട്ട് കണ്ടാവും പുറത്തിറങ്ങൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളെ പേടിപ്പിക്കുന്നതും ശല്യം ചെയ്യുന്ന ശൈത്താനാണ്, അവന്റെ ആളുകളാണ്. ഒന്നെങ്കിൽ സാക്ഷാൽ ശൈത്താന്മാർ, അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ആ പണിയെടുക്കുന്ന ആളുകൾ. ഫലാ തഖാഫൂഹും, അതുകൊണ്ട് നിങ്ങൾ എന്നെ പേടിക്കണം. വഖാഫൂനി ഫലാ തഖാഫൂഹും, അവരെ ശൈത്താനെയും പിശാചുക്കളെയും നിങ്ങൾ പേടിക്കരുത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഈ ആയത്ത് ഒരു കുട്ടി അർത്ഥമറിഞ്ഞ് ആവർത്തിച്ചു അള്ളാനെ മാത്രം പേടിച്ചാൽ മതി, വേറൊരു പടപ്പിനെയും പേടിക്കണം. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക, അള്ളാനെ മാത്രം പേടിക്കുക, 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 പേടിക്കുക. അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അത് പതിച്ചാൽ പിന്നെ ഒരു പടപ്പിനെ അവന് പേടിക്കൂല, അള്ളാഹുവിനപ്പുറത്ത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് അള്ളാഹുൽ കാര്യങ്ങൾ തവക്കുലാക്കാൻ ഒരു ബലഹീനത. എന്തൊക്കെ പറഞ്ഞാലും തവക്കുൽ അങ്ങ് ശരിയാവണില്ല. സംഗതി മുവാഹിദൊക്കെയാണ്, ജനിക്കുമ്പോ തന്നെ മുവാഹിദാണ് എന്നൊക്കെ മേനി പറയും, പക്ഷെ തവക്കുൽ അങ്ങ് ഉഷാറാവുന്നില്ല. അവൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവൻ ചികിത്സിക്കേണ്ടത്? ഈ ആയത്തോത് സൂറത്ത് ത്വലാഖിലെ 3-ാമത്തെ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണോ അല്ലാഹുൽ തവക്കുലാക്കുന്നത് അവൻ അല്ലാഹ് മതി, അവൻ അല്ലാഹു മതി, അല്ലാഹ്. ഇതവൻ ആവർത്തിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം അവന്റെ കൽബിൽ പതിച്ചാൽ അവന്റെ തവക്കുലിന്റെ വീഴ്ച ചികിത്സിക്കപ്പെട്ടു. ഇങ്ങനെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചെറുപ്പക്കാർ, എന്റെ മുമ്പിലിരിക്കുന്ന വിവാഹപ്രായമെത്തിയ, വിവാഹം കഴിക്കാൻ ഇസ്ലാമികമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടും ഭൗതികമായ പ്രതിബന്ധങ്ങളുള്ള യുവാക്കളെ, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തുക. ദൃഷ്ടികൾ താഴ്ത്താൻ കഴിയുന്നില്ല. എങ്ങനെയാലും കണ്ണ് പിടിച്ചു വെക്കാൻ പറ്റുള്ള ഉസ്താദെ, ഹറാമിൽ നിന്ന് കണ്ണുകളെ താഴ്ത്താൻ കഴിയുന്നില്ല. എങ്ങനെ ചികിത്സിക്കേണ്ടത്? സൂറത്തു അന്നൂറിലെ 30-ാമത്തെ ആയത്ത് നിങ്ങൾ ആവർത്തിച്ച് അർത്ഥമറിഞ്ഞു. കുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറയുക നബിയെ, യഗുദ്ദു മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ, വയഹ്ഫളു ഫുറൂജഹും, അങ്ങനെ അവരുടെ ചാരിത്ര ശുദ്ധി സംരക്ഷിക്കാൻ, ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധി നൽകുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ് എന്നത് ആവർത്തിച്ച് നിന്റെ കൽബിൽ നീ കൊത്തിവെക്കൂ. നിന്റെ കണ്ണുകളെ താഴ്ത്താൻ നിനക്ക് സാധിക്കാതിരിക്കില്ല. ഇങ്ങനെ ചികിത്സിക്കുക. ഇങ്ങനെ ഓരോന്നും എല്ലാവരുമായുള്ള ബന്ധം ഉഷാറാണ്, പക്ഷെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ക്ഷമ കിട്ടുന്നില്ല. അവരോട് ഒച്ചയിടുന്നു, ചൂടാവുന്നു, അവരോടുള്ള പെരുമാറ്റം ഉഷാറാവുന്നില്ല. എങ്ങനെ ചികിത്സിക്കും? സൂറത്തു അൽ ഇസ്രായിലെ ആയത്തുകൾ നീ ഓതുക. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബ് അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് വിധിച്ചിരിക്കുന്നു. ശേഷം റബ്ബിനോടുള്ള ഹക്ക് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയും, നിന്റെ മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യണം. അവരിൽ ആരെങ്കിലും ഒരാളോ രണ്ടാളോ വാർദ്ധക്യത്തിലെത്തി, നിന്റെ അടുത്തുണ്ടവർ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ, നീ അവരെ വിരട്ടരുത്, അവർക്കെതിരെ കയർക്കരുത്.
അവരോട് മാന്യമായി സംസാരിക്കും. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്റെ കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കൂ. നീ അവർക്കുമേൽ താഴ്മയുടെ ചിറകുകൾ വിരിച്ചു കൊടുത്ത് അവരതിന്മേൽ കയറി വിഹരിക്കട്ടെ. വഖുർ റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ, എന്റെ റബ്ബേ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് നീ ദുആ ചെയ്യുക. ഇതാവർത്തിച്ചാവർത്തിച്ച് നീ ഓതു. നിനക്കെങ്ങനെ നിന്റെ മാതാപിതാക്കൾക്കൂടെ ഒച്ചയിടാൻ സാധിക്കും? അവരെ ധിക്കരിക്കാൻ സാധിക്കും? ഇങ്ങനെ ഖുർആനിനെ നിന്റെ രോഗങ്ങൾക്ക് ചികിത്സയായി നിനക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ എന്തു വേണം? ഖുർആൻ അതർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം താബിഈങ്ങളിലെ ഇമാമുകൾപ്പെട്ട ആളായിരുന്നു. ഇന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ, ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും ഈ ഇമാമിനെ പറ്റി പറയാത്തൊരു ഗ്രന്ഥവുമില്ല. അദ്ദേഹം 40 വയസ്സുവരെ ഇമാം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ തോന്നിവാസിയായി അധർമ്മകാരിയായി ജീവിച്ചിരുന്ന ആളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന സാർത്ഥവാഹക സംഘങ്ങളെ കൊള്ളയടിക്കലായിരുന്നു. രാത്രി അവരെ പേടിപ്പിച്ച് ആയുധം കാട്ടി കത്തിവീശി കൊള്ളയടിച്ച് ജീവിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്യോഗം. 40 വയസ്സുവരെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു കാമുകി രഹസ്യമായി അവളുടെ അടുക്കലേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് അവളെ പ്രാപിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കേട്ടു. നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്താണത്. ഏതാണ് ആയത്ത്? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ, അല്ലാഹുവിലേക്കുള്ള സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കീഴൊതുങ്ങാൻ മുഅ്മിനീങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? ഇത് കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ കൽബ് കിടുങ്ങി. അദ്ദേഹം അത് കേട്ടപ്പോ പറഞ്ഞു, ബലാ യാ റബ്ബ് ഖദ് ആൻ, അതേ റബ്ബേ, ഇപ്പൊ സമയായി, എനിക്ക് സമയമായി, ഇത് കേട്ടപ്പോ സമയമായി. ഫറജ, അദ്ദേഹം മടങ്ങി. രാത്രിയാണ്, ആരും കാണാതാണ് പോകുന്നത്. ഒരു ഗുഹയിൽ, അതല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറ് ഒരു കെട്ടിടത്തിന്റെ തുരുത്തിൽ അദ്ദേഹം അഭയം തേടി. അപ്പൊ അന്ന് രാത്രി സഞ്ചരിക്കുന്ന ഒരു യാത്രാ സംഘം അവിടെ ഉണ്ടായിരുന്നു. അവര് സംഭാഷണം നടത്തുന്ന അദ്ദേഹം കേട്ടു. അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് ഇന്ന് രാത്രി തന്നെ പുറപ്പെടാം. വേറെ ചിലർ പറഞ്ഞു, വേണ്ട, നേരം വെളുക്കട്ടെ, കാരണം ഫുളൈല് വഴിയിലുണ്ടാവും, നമ്മളെ കൊള്ളയടിക്കാനും ഭീഷണിപ്പെടുത്താനും നമ്മെ അപഹരിക്കാനും ഫുളൈല് വഴിക്കൊള്ളക്കാരനായിട്ടുണ്ടാകും. ഇത് കേട്ടിട്ട് അദ്ദേഹം പറയണം, ഞാൻ ചിന്തിച്ചു, അന അസ്അ ബില്ലൈലി ഫിൽ മആസി, രാത്രി മുഴുവൻ ഞാൻ തിന്മകൾ, പാപങ്ങൾ ചെയ്ത് സജീവമാക്കി. വഖൗമും മിനൽ മുസ്ലിമീന ഹാഹുനാ യഖാഫൂനി, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്നെ പേടിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ ഇതാ എന്നെ അവരുടെ അടുക്കലേക്ക് അള്ളാഹു എത്തിച്ചത് എനിക്ക് മടങ്ങാൻ സമയമായി എന്ന് ഉറപ്പിക്കാനാണ്. അല്ലാഹുമ്മ ഇന്നി ഖദ് തുബ്തു ഇലൈക വജഅൽതു തൗബതി മുജാവറത്തൽ ബൈത്തുൽ ഹറാം, അല്ലാഹുവേ, ഞാനിതാ നിന്നോട് തൗബ ചെയ്യുന്നു. അദ്ദേഹം ബൈത്തുൽ ഹറാമിൽ, മസ്ജിദുൽ ഹറാമിന്റെ അരികിലിരുന്ന് അദ്ദേഹം തൗബ ചെയ്തു എന്നാണ് പിന്നീട്. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ ആയത്ത്, സമയമായില്ലേ, ഇനിയും നന്നാവാൻ സമയമായില്ലേ? അതേ സഹോദരങ്ങളെ, ഇനിയും നന്നാവാൻ സമയമായിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ റമദാൻ സമയമായി എന്ന് ഇതിനപ്പുറത്ത് നമ്മെ ഉറപ്പിക്കുന്ന വെളിയാളങ്ങളുമായി നമ്മുടെ മുമ്പിൽ, യാ ബാഗിയൽ ഖൈർ, നന്മയാഗ്രഹിക്കുന്നവരെ അഖ്ബിൽ, മുന്നിട്ട് വരൂ, സമയമായി, മുന്നിട്ട് വരൂ, മുന്നിട്ടിറങ്ങൂ. വയ ബാഗിയ ശർ അഖ്സിർ, തിന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾ അടങ്ങൂ, നിങ്ങൾ തിന്മയിൽ നിന്ന് വിടവാങ്ങൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ അവന് വേണ്ട രൂപത്തിൽ, അവന്റെ തൃപ്തിയിൽ നമ്മുടെ പരലോകത്ത് സ്വർഗം നേടാൻ, നരകമോചനം ലഭിക്കാൻ പ്രാപ്തമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ, ആ മഹത്തായ തൗഫീഖ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, റമദാൻ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും മുഅ്മിനീങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന സകല മുവഹിദുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.